അന്ന് രാത്രി ഫുള്ള് ബോംബെയിൽ ഉറക്കൊഴിച്ചു. ശരി, രാത്രി ഫുള്ള് ഉറക്കൊഴിച്ചാ പിന്നെ പിറ്റേന്ന് ഉറക്കത്തിന്റെ ക്ഷീണല്ലേ, പിന്നെ പലതും കാണുമല്ലോ. ഇനിയിപ്പോ ഉറങ്ങിയിട്ടില്ലല്ലോ, അപ്പൊ ഉറങ്ങാനായപ്പോ പിന്നെ പലതും കാണും. ആ കണ്ടിട്ട് എന്ത് ഒരാ ഇബ്നത്താവുള്ള മുമ്പില്, സിക്കന്ദരി മുമ്പിൽ വന്നിട്ട് പറയാണ്, നിനക്ക് ഞാൻ ഇജാസത്ത് തന്നിരിക്കുന്നു, എന്റെ കിതാബ് ദർസ് നടത്തിക്കോ, പ്രശ്നമൊന്നുമില്ല, പക്ഷേ തഹജ്ജുദ് നിസ്കരിക്കണം. എനിക്ക് അങ്ങനെ എപ്പോഴും പറ്റൂലാലോ, കുത്തുബിയത്തും റാത്തീബും പിന്നെ ഈ പോക്കും വരവും അതൊക്കെ പലപ്പോഴായിട്ട് അങ്ങനെ എപ്പോഴും കഴിയൂലാലോ, എന്റെ കഴിവിന്റെ പരമാവധി ചെയ്തോളാം. ശരി, എന്നാൽ ആ കരാറിന്റെ മേൽ ഞാൻ നിനക്ക് അനുവാദം തന്നു. നോക്കണം, നിങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ശൈത്താനീയത്ത്, ശൈത്താനായി വരുന്നത് ഉറങ്ങാത്തവന്റെ മുമ്പിൽ വിറ്റേഴ്സും ഇന്നേക്കായിട്ട് ഇങ്ങനെ പറയണെന്ത് മുപ്പരവും വിചാരിച്ചിങ്ങനെ വരും. അപ്പൊ ശൈത്താന് നല്ലതായി. അതാ ആരാ വന്നതെന്നും ഇങ്ങനെ ഏത് ആൾക്കാരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് നടക്കും. ഇങ്ങനെ പറയുന്നവരൊക്കെ എടുത്ത് ആരാ വരുന്നതെന്നും എന്താ അവരെ പരിപാടി എന്നൊക്കെ ചിലപ്പോ കാന്തപുരം ഉള്ള ആളൊക്കെ മറന്നിട്ടുണ്ടാവും. പണ്ട് പഠിപ്പിച്ചു കൊടുത്ത് എവിടുന്നോ കേട്ടതിന്റെ ഒരു ഭാഗം പേരോടാകുന്ന ശിഷ്യന്റെ തലയിലുണ്ടായിരുന്നു. മൂപ്പര് കാന്തപുരത്തിന് ദർസ് നടത്തി കൊടുക്കേന്. എന്താ ദർസ് നടത്തിന്? നിങ്ങളെ ഈ സ്വപ്നമൊന്നും വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ, പേരോട് ശിഷ്യനതാ ഉസ്താദിനെ പഠിപ്പിക്കുന്നു, കേട്ടോളൂ. എന്താ അതിന്റെ വ്യാഖ്യാനം? ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമികളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. മൗലവിമാരോട് പറഞ്ഞത് കാര്യമില്ല, സാധാരണക്കാരെങ്കിലും പഠിച്ചോളിന്ന്. കിതാബോധി കൊടുക്കേണ്, ഇബ്നു ഹജറിന്റെ കിതാബോധി, നവവിയുടെ കിതാബോധി കൊടുക്കേണ്. ഏത് ഉസ്താദ് വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റൂല. പിന്നെ ഈ വരുന്നതൊക്കെ ആരാ എന്നാ പിന്നെ അങ്ങനെ കണ്ടില്ലേ? അതാരുടെ കുതന്ത്രാന്ന് മൂപ്പർ ഒന്നും കൂടി പറഞ്ഞു തരും. ആരുടെ കുതന്ത്രാണാ വന്നത്? പറയൂ, ആരുടെ കുതന്ത്രാണ്? അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. താങ്ക് യു, പറഞ്ഞതിന് വളരെ നന്ദി. ആരുടെ കുതന്ത്രാന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി, ശൈത്താന്റെ കുതന്ത്ര. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അത് ശൈത്താനീയത്താണ്, ഇസ്ലാമിയത്തല്ല. ആ സ്വപ്നം ശൈത്താനീയത്താണ്, ഇസ്ലാമിയത്തല്ല എന്ന് പറഞ്ഞത് ബോധപൂർവമാണ്. നിങ്ങൾക്ക് അങ്ങനെ സ്വപ്നം തന്നെയല്ലേ പണി? സ്വപ്നം തന്നെയല്ലേ പണി? ഒരറാബിന്റെ അടുക്കൽ മൂപ്പര് ഇവിടെ വായിച്ചിട്ടുണ്ട്. ഖുർത്തുബിയിൽ നിന്നൊരു കാര്യം വായിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിലെ കഥ. ആരാ കയറി വരുന്നത്? ഒരറാബി കയറി വരികയാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പച്ചക്കള്ളം പറയുന്നു, സഹാബത്തിന്റെ പേരിൽ പറയുന്നു. നിങ്ങൾ നോക്കൂ, അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് പോലും, എന്താണ്? ഞങ്ങളതാ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് അവിടുത്തെ ഖബറടക്കിയതിന്റെ 3-ാമത്തെ ദിവസം ഒരു അറാബി അവിടെ കയറി വരുന്നു. അറാബി എവിടേക്കാണ് കയറി വന്നു? അറാബി കയറി വന്നിട്ട് എന്ത് ചെയ്യുന്നു? അതാ ഖബറുമ്മലേക്ക് വീഴുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിലേക്ക് വീഴുന്നു. ആ ഖബറിൻ പുറത്തുള്ള മണ്ണ് വാരിയിട്ട് അറാബി തലയിലേക്ക് ഇടുന്നു. മണ്ണ് വാരി, ഖബറിൽ നിന്ന് മണ്ണ് വാരി തലയിലേക്ക് ഇട്ടുകൊണ്ട്, ഇതാ വലൗ അന്നഹും യളമൂ അൻഫുസഹും എന്ന നേരത്തെ പറഞ്ഞ സംഭവം, അതാ അതിന്റെ ചില അല്പസ്വല്പം ഭേദഗതികളോട് അത് ഉദ്ധരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കഥ നിങ്ങൾക്ക് സ്വീകരിക്കാം, പക്ഷേ മുസ്ലിം ലോകത്തിന് സ്വീകാര്യമല്ല. കാരണം അല്ലിസിനാദു മിനദ്ദീൻ, ദുർബലമായ കദ്ദാബായ കള്ളം പറയുന്ന കക്ഷികളാണ് ആ പരമ്പരയിലുള്ളത്. അത് കള്ളം പറഞ്ഞതാണ്, അലിയാരുടെ പേരിൽ കള്ളം പറഞ്ഞതാണ്. അവിടെ തന്നെ താമസിക്കുന്ന ആയിഷ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ കള്ളം പറഞ്ഞതാണ് കേട്ടോ. കാരണം നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ
വഫാത്തായിട്ട് മറമാടിയിട്ട് 3-ാമത്തെ ദിവസം മെഹ്റാബിയോട് ഓടി കയറി വരിക, ഖബറുമ്പൽക്ക് വീഴുക, മണ്ണ് വാരി തലയിലിടുക. പേരോട് ചിന്തിക്കണം, ഇസ്ലാമികമാണോ ഈ ചെയ്തതൊക്കെ? ഒരു കാര്യം ചോദിക്കട്ടെ, അള്ളാന്റെ റസൂലിന്റെ ഖബർ എവിടെയാ ഉള്ളത്? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലല്ലേ? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലുള്ള ആ ഖബറിലേക്ക് പെട്ടെന്ന് മെഹ്റാബിക്ക് കയറണമെങ്കിൽ ഉമ്മാന്റെ സമ്മതം ചോദിക്കണ്ടേ? സമ്മതം ചോദിച്ചുവെന്നോ സമ്മതം കൊടുത്തുവെന്നോ ഈ കഥയിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമാണോ? ഇല്ല. ചോദിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല. അപ്പൊ സമ്മതമൊന്നുമില്ലാതെ കയറിയോ? എന്നിട്ട് കയറിയിട്ട് ഇനി അഥവാ നീ സമ്മതം കൊടുത്തു എന്ന് സങ്കല്പിക്കുക, നേരെ കയറിയിട്ട് ഖബറുമ്മൽക്ക് വീഴുക. അലിയാരിങ്ങനെ കാണുക, ആയിഷ ബീവി കാണുക. എന്ത്? ഒരു ചങ്ങായി ഓടി വന്ന് ഖബറുമ്മൽക്കാണ് വീഴുക. അവിടുത്തെ മണ്ണെടുത്ത് തലയിൽ ഇങ്ങനെ വാരിയിട്ട് എന്തൊക്കെയോ വിളിച്ചു പോവുക. ആയിഷ ഉമ്മ ബീവി ഒന്നും മിണ്ടാതിരിക്കുക, അലി റളിയല്ലാഹു തആല അൻഹു ഒന്നും മിണ്ടാതിരിക്കുക. അലിയാർക്കും ആയിഷ ബീവിക്കൊന്നും വിവരല്ലേ സഹോദരന്മാരെ? എന്ത് വിവരം? എന്ത് വിവരം? നബവി ഇമാമിന്റെ വീടമില്ലേ? നബവി ഇമാമിന്റെ ശറഹുൽ മുഹദ്ദബിൽ മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടില്ലേ? എന്ത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിടത്തിന്റെ സമീപത്ത് ചെല്ലുമ്പോ മര്യാദ പാലിക്കണേ. ജീവിതകാലത്ത് വിട്ടുനിൽക്കുന്ന അതവോടുകൂടി ഒരു ദൂരം പാലിച്ചുകൊണ്ട് വിട്ടുനിൽക്കണം. ഖബർ തൊട്ടുപോകരുത്, ചുംബിക്കരുത്. വലായ ജൂസുവഞ്ഞു തവാഫ് ചെയ്യപ്പെടരുത്. ബർക്കത്തിന് വേണ്ടി ഇങ്ങനെ കൈകൊണ്ട് തൊടുക പോലും ചെയ്യരുത്. അതിലൊന്നും ബർക്കത്തില്ല കേട്ടോ. ബർക്കത്ത് നിശ്ചയിക്കേണ്ടത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നർത്ഥം വരുന്ന നിലക്ക് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലേ? ആ ഒരു വിവരം പോലും ഇല്ലാത്തയാളാണോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു? ഇവരിതൊക്കെ കാണുന്നു, ഈ ഇഅ്റാബ് ചെയ്യുന്നത്. എന്നിട്ട് ഒരക്ഷരം മിണ്ടിയെന്ന് റിപ്പോർട്ടിലില്ലല്ലോ. നുണയല്ലേ, കടവല്ലേ പറഞ്ഞത് മുഴുവനും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളതിവിടെ ഉദ്ധരിച്ചിട്ടില്ലേ? ആ കഥ ഉദ്ധരിച്ച നിങ്ങൾക്ക് കെസ്സാബായ നുണയന്മാരായ ആളുകളുടെ ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് ലജ്ജയില്ലാതെ പോയല്ലോ. കിതാബിൽ അതിനെപ്പറ്റി വിവരമില്ലാതെ നിങ്ങളെന്തിനാ ഉദ്ധരിച്ചത്? നിങ്ങൾക്ക് ഈ കിതാബ് തിരിയൂരെങ്കിൽ, നിങ്ങൾക്ക് റിപ്പോർട്ടിന്റെ ബലാബലം പറയുന്ന സീതകളെ സംബന്ധിച്ചൊന്നും പിടിപാടില്ലെങ്കിൽ, റുവിയയും യുർവയും ഒക്കെ വന്നാൽ, അതുപോലെ തന്നെ അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ കണ്ടാൽ അതിന്റെയൊക്കെ വിധി എന്ത് എന്ന് പഠിക്കാൻ അവസരം കിട്ടാതെ റിസീവർ പണിയാണ് കാര്യമെങ്കിൽ ഒന്നുകൂടെ പഠിക്കണേ, ഒന്നുകൂടി അറിയണേ. കദ്ദാബായ ആളുകൾ, അത്തരത്തിലുള്ള പരമ്പരയിലുള്ള ആളുകളുള്ള ഇത്തരം കഥകൾ നിങ്ങളിവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമാണോ നിങ്ങൾ പറഞ്ഞു ഇവിടെ എത്തിപ്പോയി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിടം സന്ദർശിക്കൽ ഹജ്ജിന്റെ ഒരു ഭാഗമാണ് എന്നിടത്തേക്കല്ലേ ഇപ്പൊ നിങ്ങൾ പ്രവർത്തിക്കുന്നത്, അതല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനത്തെ പള്ളി, അതുപോലെ തന്നെ അവിടുത്തെ ഖബറിടം, അതുപോലെ തന്നെ ആ റൗള, പ്രത്യേകം പുണ്യമുള്ള മബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഞാൻ താമസിക്കുന്ന വീടിന്റെയും ഞാൻ ഖുതുബ നിർവഹിച്ചിരുന്ന മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലം സ്വർഗത്തോപ്പിൽ നിന്നുള്ള വരെ തോപ്പാണെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊന്നും ഇവിടെ ആർക്കും തർക്കമില്ലല്ലോ. പക്ഷേ ഇല്ലാത്തത് ഇസ്ലാമിന്റെ പേരിൽ പറയുന്ന, മഹാന്മാരുടെ പേരിൽ കള്ളം പറയുന്ന, ഇമാം ബുഖാരിയുടെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞിട്ടില്ലേ? ഇമാം മുസ്ലിമിന്റെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞിട്ടില്ലേ? ഞാനിതാ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. കിതാബിലല്ല പറയുന്നത്, പച്ച മലയാളത്തിൽ നിങ്ങൾ എഴുതിവിട്ട നിങ്ങളുടെ ദ്വൈവാരികയിൽ നിന്നാണ് വായിക്കുന്നത്. കേട്ടോളൂ നിങ്ങൾ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവും ശരിക്ക് കുറിച്ചു വെച്ച് മറുപടി പറഞ്ഞോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയും തങ്ങളുടെ സ്വഹീഹുകളിൽ രേഖപ്പെടുത്തുന്ന ഹദീസ് ഇങ്ങനെ വായിക്കാം.
ആരാ രേഖപ്പെടുത്തിയത്? ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. പിന്നെ ആരാ രേഖപ്പെടുത്തിയത്? ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ്. എവിടെയാ രേഖപ്പെടുത്തിയത്? സഹീഹുൽ ബുഖാരിയിലും സഹീഹുൽ മുസ്ലിമിലും. എന്താണ് ആ ഹദീസ്? ഇങ്ങനെ വായിക്കാം, അതിന്റെ അർത്ഥം പറയട്ടെ. ആരെങ്കിലും ഹജ്ജ് നിർവഹിച്ച് എന്നെ സന്ദർശിക്കാതെ മടങ്ങുന്നുവെങ്കിൽ അവൻ എന്നെ അവഗണിച്ചിരിക്കുന്നു. ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിയാക്കന്മാരെ, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, വിദ്യാർത്ഥികളെ, ചിന്തിക്കുന്ന ആളുകളെ, നിഷ്പക്ഷമതികളായ ആളുകളെ, ഈ മുസ്ലിയാർ ഇവിടെ ചോദിച്ചില്ലേ, നിങ്ങൾ ബുഖാരി ഇമാമിന്റെ പേരിൽ കള്ളം പറയുന്നവരല്ലേ, മുസ്ലിമിന്റെ പേരിൽ കള്ളം പറയുന്നവരല്ലേ? ഞങ്ങൾക്ക് ആ പണിയില്ല കേട്ടോ. നിങ്ങളാണ് എഴുതിവിട്ടത്. ബുഖാരി ഇമാം പറയാത്തത്, ഇമാം മുസ്ലിം പറയാത്തത്. അതാ അവരുടെ സ്വഹീഹിലുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ്? ആരെങ്കിലും ഹജ്ജ് നിർവഹിച്ച് എന്നെ സന്ദർശിക്കാതെ മടങ്ങുന്നുവെങ്കിൽ അവൻ എന്നെ അവഗണിച്ചിരിക്കുന്നു. ആ പദം ചില റിപ്പോർട്ടുകളിലുണ്ട്. മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി. പക്ഷേ സഹീഹല്ല, സഹീഹല്ല. അതിനാണ് നിങ്ങൾ ഇമാം ബുഖാരിയും മുസ്ലിമും എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധ്യമാണോ? നിങ്ങൾ പറയൂ, ഇങ്ങനെ ഒരു ഹദീസ് നിങ്ങൾ ബുഖാരിയിൽ കാണിക്ക, മുസ്ലിമിന്റെ സഹീഹിൽ കാണിക്ക. ഇമാം ബുഖാരിയുടെ പേരിൽ പച്ചക്കള്ളം എഴുതിയതല്ലേ, ഇമാം മുസ്ലിമിന്റെ പേരിൽ പച്ചക്കള്ളം എഴുതിയതല്ലേ? നിങ്ങൾക്ക് എല്ലാവരുടെ പേരിലും ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് കുറ്റമൊക്കെ ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടണോ? അത് വളരെ മാന്യമായി പറഞ്ഞാൽ വളരെ മോശമായി പോയി. അത് തട്ടിപ്പാണ്, വഞ്ചനയാണെന്ന് പ്രത്യേകമായി മുസ്ലിയാരെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഓരോന്നിനോടും ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിലക്കിങ്ങനെ കൃത്യമായി തന്നെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെ പറയുമ്പോ എന്താണതിന് പരമ്പര, എന്താണതിന് സനതുള്ളത് എന്ന് ചോദിക്കുമ്പോ അതിന് ആ നിലക്കുള്ള ഒരു മറുപടിയും പറയാൻ കഴിയാത്ത നിലക്കുള്ള ദുർബലമായ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇദ്ദേഹം ഇവിടെ എടുത്ത് അബൂ ഹനീഫന്റെ മദ്ഹബ് എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബ് ഉദ്ധരിച്ചില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ആ കിതാബിൽ അത് വന്നിട്ടില്ലേ മൗലവി? കിതാബിലില്ലേ മൗലവി എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. തട്ടിപ്പവിടെ നിൽക്കട്ടെ. ചോദിക്കട്ടെ, ആ കിതാബിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് സ്വീകാര്യമാണോ? എങ്കിൽ പിന്നെ അത് പറയണം. നിങ്ങളൊരു കിതാബ് കൊണ്ട് ഉദ്ധരിക്കുക, അതിൽ നിങ്ങൾക്ക് വേണ്ടതാണ് ഉദ്ധരിക്കുക, എന്നിട്ട് ഞങ്ങളത് സ്വീകരിച്ചോളണം. അല്ലേ? പറ്റില്ല, പറ്റില്ല. കാരണം ഞങ്ങൾക്ക് സ്വീകരിക്കാനും തിരസ്കരിക്കാനും ചില മാനദണ്ഡങ്ങളുണ്ട്. അൽ-ഇസ്നാദു മിനദ്ദീൻ ലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. അതൊരു മാനദണ്ഡമാണ്. അത് മുസ്ലിം ലോകം അംഗീകരിച്ചു കഴിഞ്ഞൊരു മാനദണ്ഡമാണ്. ആ മാനദണ്ഡം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ അതിൽ നിന്നല്ലേ അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കണം എന്നതിന് രേഖയായി പറഞ്ഞത്. എങ്കിലതാ അതേ കിതാബിൽ തന്നെ ഏതാ നിങ്ങൾക്ക് കാണാം. ആ കിതാബിൽ തന്നെ പറയുന്നുണ്ട്. പേരോട് മനസ്സിലാക്കിക്കോ. അതാ ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിടത്തിലേക്ക് ചെന്ന് നിന്നിട്ട് ഈ ആയത്തോദനം പോലും ഏതായത്ത്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന ആയത്ത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് നിന്നിട്ട് ചൊല്ലണം. എന്നിട്ട് പിന്നെ എന്ത് പറയണം? സ്വല്ലല്ലാഹു അലൈക വസല്ലമ യാ മുഹമ്മദ് യാ മുഹമ്മദ് യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്ന് ഒരു തവണയല്ല 70 മറ, ഒരു 70 തവണ വിളിക്കണം. അങ്ങനെ വിളിച്ചാലോ നാദാഹു മലക്കുൻ, ഒരു മലക്ക് ഇങ്ങോട്ട് വിളിച്ചു പറയുന്നതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലൈക യാ ഫുലാൻ. ഓ ഇങ്ങാരിന്നവനെ, അല്ലാഹു അങ്ങേക്കും രക്ഷ നൽകട്ടെ എന്ന് വിളിച്ചു പറയും. അള്ളാന്റെ റസൂലിന്റെ ഖബറിന് പോയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ മുസ്ലിമേ? നിങ്ങൾ എന്താ അവിടെ പ്രസംഗിച്ചത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നിങ്ങൾക്കാണ് സ്നേഹമല്ലേ? ഹബീബിനോട് നിങ്ങൾക്കാണ് ഭീഷമല്ലേ?
ഞങ്ങൾ ഹബീബിനെ കുതിര കയറുന്നവരാണല്ലേ, ഞങ്ങൾ ഹബീബിനെ പുച്ഛിക്കുന്നവരാണല്ലേ, ഞങ്ങൾ ഹബീബിനെ സാധാരണക്കാരനാക്കുന്നവരാണല്ലേ, ഞങ്ങൾ ഹബീബിനെ അവഹേളിക്കുന്നവരാണല്ലേ, ഞങ്ങൾ ഹബീബിന്റെ ആ അത്ഭുതകരമായ കാര്യങ്ങളെ നിഷേധിക്കുന്നവരാണല്ലേ. നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? എങ്കിൽ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിവിടെ കൊണ്ടുവന്ന ആയുധത്തിന്റെ കോലമാ പറയുന്നത്, നിങ്ങൾ ഉദ്ധരിച്ച ആയുധമാകുന്ന ആ കിതാബ് കൊണ്ടാ തിരിച്ചടിക്കുന്നത്. അതേ കിതാബിൽ നിങ്ങൾ വായിച്ചതിന്റെ ചുവടെ അതല്ലെങ്കിൽ മുകളിൽ നിന്നാണെന്ന് കൂട്ടിക്കോ, ഇനി മേലെ താഴെ എന്നുള്ള തർക്കം വേണ്ട. ആ കിതാബിൽ നിന്നാ വായിക്കുന്നത്. അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് 70 വട്ടം യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ മുസ്ലിമേ 70 തവണ പോയിട്ട് 1 തവണയെങ്കിലും 1 തവണ പോയിട്ട് 1 തവണയെങ്കിലും ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാനെ യാ മുഹമ്മദ് എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും സഹാബത്ത് വിളിച്ചിട്ടില്ല കേട്ടോ. അവിടുത്തെ വിളിക്കാൻ ചില അദബുണ്ട്. അവിടുത്തെ ജീവിതകാലത്ത് വരെ യാ മുഹമ്മദ് എന്ന് വിളിച്ചവരെ അതാ ഒരു മര്യാദയുമില്ലാതെ ഇന്നല്ലദീന യുനാദൂനക മിൻ വറായിൽ ഹുജറാത്തി അക്സറുഹും ലാ യഖിലൂൻ. ബുദ്ധിയില്ലാത്തവരാണ്. എന്നിട്ട് ഇറങ്ങി വാ മുഹമ്മദ്. റസൂലുള്ളാഹിന്റെ താമസിക്കുന്ന റൂമിന്റെ പുറത്ത് നിന്നിട്ട് ചില ഹൈറാബികൾ വിളിച്ചു, ഇങ്ങോട്ട് ഇറങ്ങി വാ മുഹമ്മദ്. ആക്ഷേപിച്ചില്ലേ ഖുർആൻ? അല്ല പോലും ഖുർആനിൽ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. യാ നബി അല്ലാഹ്. മുസ്ലിമീങ്ങളെ, അള്ളാന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും സ്വഹാബാ കിറാം പോലും യാ മുഹമ്മദ് എന്ന് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന കിതാബിൽ നിങ്ങൾക്ക് ആധികാരികമാണെങ്കിൽ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞേ പറ്റൂ. പരമ്പര കൊണ്ട് നിങ്ങൾ തെളിയിച്ചേ പറ്റൂ. ആര് പറഞ്ഞു ഇത്? റസൂലുള്ളാഹിനെ 70 വട്ടം ഖബറിന്റെ സമീപത്ത് പോയിരുന്നിട്ട് യാ മുഹമ്മദ് എന്ന് വിളിക്കണമെന്നോ മുസ്ലിമിന് സാധ്യമല്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് വരെ ഹബീബിനെ വിളിക്കേണ്ടത് യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് എന്നല്ലാതെ ഏറ്റവും അടുപ്പമുള്ള സിദ്ദീഖുൽ അക്ബർ പോലും മകളുടെ പുതിയാപ്പളയല്ലേ ഒരിക്കലും വിളിച്ചിട്ടില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ പുതിയാപ്പളയല്ലേ വിളിച്ചിട്ടില്ല കേട്ടോ. യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്. അതാ മുസ്ലിമിന്റെ സംസ്കാരം. നിങ്ങൾ വലിയ റസൂലുള്ളാഹിനോട് സ്നേഹം. എന്നിട്ടോ ഖബറിനെ പോയിട്ട് സ്വഹാബത്ത് മുഖത്ത് നോക്കിയിട്ട് ജീവിതകാലത്ത് ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ലാത്തത് ഖബറിനെ പോയിട്ട് 70 തവണ വിളിക്കണമല്ലേ? കൊണ്ടുപോയി തട്ടൂ നിങ്ങളുടെ രേഖ. ആയുധത്തിന്റെ കോലമാ പറയുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഉണ്ടയില്ല തോക്കിന്റെ അതേ തോക്കുമായിട്ടാ തിരിച്ചടിക്കുന്നത്. മറുപടി പറഞ്ഞോളണം. നിങ്ങൾ ഉദ്ധരിച്ചത് ആധികാരികമാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് നിങ്ങൾ പറയും. അല്ലെങ്കിലോ നിങ്ങളത് തള്ളുവോ? എന്താ നിങ്ങൾ തള്ളാൻ? ആ മാനദണ്ഡം വെച്ച് ഞങ്ങൾ അതും തള്ളും. നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങൾ തള്ളുമോ? എങ്കിൽ ഞങ്ങൾക്ക് പറ്റാത്തത് ഞങ്ങൾ തള്ളും. ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ടല്ല, അടിസ്ഥാനമില്ലാത്തതുകൊണ്ട്, ഇസ്ലാമികമല്ലാത്തതുകൊണ്ട്. മനസ്സിലാക്കിക്കോ നിങ്ങൾ. അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയാ. എന്നാലേ നിങ്ങൾ മനസ്സിലാക്കിക്കോ, പഠിച്ചു വെച്ചോ പ്രിയപ്പെട്ടവരെ. ഇതൊരു പഠനമാണല്ലോ, ഇതൊരു പഠനല്ലേ. നിങ്ങളുടെ പരമ്പരയിലുണ്ടായിരുന്ന നിങ്ങൾ എണ്ണിയ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെന്നാ എന്താ ചെയ്യാറുണ്ടായിരുന്നത്? അവിടെ പോയിട്ട് വലവന്നഹും ആയതോതോ തഖൈറ മൻദൂഫീനത് ബിൽഖായി അളമോ ബെറ്റിയല്ലോ. മണ്ണ് വാരി തലയിലിടോ, എമ്മൽക്ക് വീഴോ, പൊട്ടിക്കരയോ? എന്താ ചെയ്യാറ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പ്രദായം എന്താണ്? ഫകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, എന്തായിരുന്നു മഹാനവറുകൾ ചെയ്തിരുന്നത്? ഖബറിന്റെ സമീപത്ത് ചെന്നാൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ, അസ്സലാമു അലൈക യാ അബതാ, അതും പറഞ്ഞ് പിരിഞ്ഞു പോകാറാണ്. സലാം പറഞ്ഞാൽ പോവും. നബിനെ വിളിച്ച് തേട്ടമില്ല, അള്ളാന്റെ റസൂലിനെ വിളിച്ച് പൊട്ടിക്കരഞ്ഞ് സങ്കടം പറഞ്ഞ് അവിടെ വിളിച്ച് അസ്അലുക ശഫാഅത യാ റസൂലല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുന്ന വർത്താനമില്ല. അപ്പൊ നിങ്ങളുടെ പരമ്പര കൊണ്ടായി ചോദിക്കുന്നത് എന്താ? ഇബ്നു ഉമർ അങ്ങനെ പറയുന്നത് റളിയല്ലാഹു അൻഹു, എന്താ അവരെ പറ്റി പറയുന്നത്? നിങ്ങൾ ഉസ്താദിന്റെ ഉസ്താദായിട്ട് എണ്ണീച്ച റസൂലുള്ളാഹിന്റെ അപ്പുറത്തെ ഉസ്താദ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ നിങ്ങൾ എണ്ണിയത്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ പാരമ്പര്യം നിങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റുമോ?
മഹാനവറുകൾ പോയാൽ അത്രേ ചെയ്യുള്ളൂ. ഈ ഇബ്നു ഉമറിൽ നിന്ന് നാഫി ഇമാം കേട്ടു, നാഫിയിൽ നിന്ന് ഇമാം മാലിക് കേട്ടു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അതാ മദീനത്ത് താമസിച്ചിരുന്ന ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോ എന്താ പറയാറുണ്ടായിരുന്നത്? യാ ഖൈറ മൻദൂഫീനത്ത്. ബൈത്തിയല്ലാറുണ്ടോ, മണ്ണുവാരി തലയിടാറുണ്ടോ, വീഴാറുണ്ടോ? റസൂലല്ലാഹ് അസ്അലുക സഫാഅത യാ റസൂലല്ലാഹ്. വിളിച്ചു തേടാറുണ്ടോ? ഇല്ല കേട്ടോ. എന്താ മഹാനവറുകൾ ചെയ്യാറുള്ളത്? മാലിക് ഇമാം എന്താ പറയാറുള്ളത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിലൊതുക്കും. അതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാ. അതാണ് ഇമാം മാലിക് പറയാറുള്ളത് എന്ന ഭാഗം എടുത്തുദ്ധരിച്ചുകൊണ്ട് അതാ ശാഫിഈ പണ്ഡിതനായ ഇബ്നു ഹജർ ലൈതമി തന്നെ പറയുകയാണ്. എന്താ പറയുന്നത് കേട്ടോളൂ. മാലയിലൈഹി ത്വബിരി. ഇമാം ത്വബിരി ആ വീക്ഷണക്കാരനാണ്. അഥവാ ഇങ്ങനെ ഖബറിലേക്ക് പോയാൽ ഇങ്ങനെ അധികമൊന്നും പറയരുത്, ഇത് മാത്രമേ പറയാവൂ. എന്നിട്ട് പറയാണ് ഫഖാല വഇൻ ഖാല സായിറു മാ തഖദ്ദമ മിന തത്വീലി. ഈ രൂപത്തിലുള്ള സലാം ചൊല്ലലിനപ്പുറം വേറെയും ചില റിപ്പോർട്ടുകൾ നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് റിസാലത്ത് എത്തിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് തുടങ്ങി സുദീർഘമായ ചില പ്രാർത്ഥനകൾ കൂടി ഏതെങ്കിലും നിലക്കാരെങ്കിലും പറയുകയാണെങ്കിൽ ഫലാ ബഅസ ബിഹി. പക്ഷേ അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ പരമ്പരയിലുള്ള ആളുകള് ചെയ്തതല്ല, അവരങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള മുൻഗാമികളായ സലഫുകൾ ചെയ്ത പണി എന്താണ്? അതിൽ ചുരുക്കലാണ്. ഇല്ലാ അന്നൽ ഇത്തിബാ ഔലാ മിനൽ ഇബ്തിദാഇ വലൗ ഹസന. പിൻപറ്റലാണ് മഹത്തുക്കളായ ആളുകൾ, സ്വഹാബത്ത്, താബിഈകൾ. അവരെന്തിലാണോ ചുരുക്കിയത് അത് പറഞ്ഞിടത്ത് അവർ എന്താണോ പഠിപ്പിച്ചത് അവിടെ നിൽക്കലാണ് ഏറ്റവും നല്ലത്. നമ്മുടെ വകയായിട്ട് പുതിയതുണ്ടാക്കിയതിനേക്കാൾ ആ പുതിയതെത്ര നല്ലതാണെന്ന് തോന്നിയാലും പഴയത് തന്നെയാണ് നല്ലത് കേട്ടോ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഇത്തിബാ ചെയ്യലാണ്. അവർക്കൊന്നും പരിചയമില്ലാത്ത പദങ്ങൾ അവിടെ പോയി പറയുന്നതിനേക്കാൾ നല്ലത് കേട്ടോ. ഇത് കിതാബിലില്ലേ, ഇത് കിതാബിലില്ലേ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യം, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പാരമ്പര്യം ഇതാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി പ്രിയപ്പെട്ടവരെ, മൂപ്പര് രണ്ടാമത് പറഞ്ഞു എന്ത്? ഇമാം മാലിക് മദ്ഹബിലെ മദ്ഹബിലുണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടണം. മാലിക് ഇമാമിന്റെ മദ്ഹബായ മദ്ഹലിൽ മാലിക് ഇമാമിന്റെ ഒരു ഉദ്ധരണി ഇവർക്ക് കിട്ടിയില്ല, ഇല്ലല്ലോ. അപ്പൊ ചാടി കുറെ കഴിഞ്ഞിട്ട് ഇബ്നു ഹാജിന്റെ അൽ മദ്ഹൽ, നിങ്ങൾ കൊണ്ടുവന്ന ആയുധം കൊണ്ട് തിരിച്ചു ചോദിക്കട്ടെ. ആ മദ്ഹലിൽ പറഞ്ഞത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, മുസ്ലിമീങ്ങൾക്ക് സ്വീകാര്യമല്ല. കാരണം ആ പറഞ്ഞ ആശയങ്ങളൊന്നും ഇസ്ലാമിൽ നിങ്ങൾ തന്നെ പറഞ്ഞ മാനദണ്ഡമായ അൽ ഇസ്നാദു മിനദ്ദീൻ കൊണ്ട് അതിൽ പറഞ്ഞ വിശ്വാസം സ്ഥിരീകരിക്കപ്പെട്ടതല്ല കേട്ടോ. അതിനാൽ ഞങ്ങളത് തള്ളുന്നു. ചോദിക്കട്ടെ, അങ്ങനെ തള്ളുക. ഇമാം ഇബ്നുൽ ഹാജ് അൽ മദ്ഹലിൽ നുണ എഴുതിയതാണോ, കുഫർ പ്രചരിപ്പിച്ചതാണോ, ശിർക്ക് പ്രചരിപ്പിച്ചതാണോ എന്നൊന്നും ചോദിക്കണ്ട. നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ആധികാരികമായി നിരത്തിയ ഇബ്നുൽ ഹാജിന്റെ അൽ മദ്ഹൽ എന്ന കിതാബിൽ പറഞ്ഞ എല്ലാ വിഷയങ്ങളും നിങ്ങൾ സ്വീകരിക്കുമോ? നിങ്ങൾ സ്വീകരിക്കുമോ? ആ കിതാബിൽ തന്നെ പറയുന്നത് ഖബറിൽ ഖുർആനോത്ത് ബിദ്അത്താണെന്നാണ്. നിങ്ങൾ സ്വീകരിക്കോ? ഖബറും പുറത്ത് ഖുർആനോദിന് ബിദ്അത്താണ്, മരിച്ചത് വിളിച്ചു പറയൽ ബിദ്അത്താണ്, നിയ്യത്ത് ഉറക്കെ പറയൽ ബിദ്അത്താണ്, പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കാരം നടത്താൻ പാടില്ല, ജനാസ പള്ളിന്റെ ഉള്ളിൽ കയറ്റാൻ പാടില്ല, പുറത്തുനിന്നാണ് നിസ്കരിക്കേണ്ടത്. നിങ്ങൾ ഇവിടെ വായിച്ച അൽ മദ്ഹലിൽ നിന്നാ പറയുന്നത്, നിങ്ങൾ ഉദ്ധരിക്കണം, നിങ്ങൾ പറയണം. അതുപോലെ തന്നെ മൗലിദാഘോഷമില്ലേ, നിങ്ങൾ വാദിക്കുന്ന മൗലിദാഘോഷം ഏത്? 2 പെരുന്നാളുകളെക്കാളും മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ ആഘോഷം മൗലിദാഘോഷമാണെന്ന് നിങ്ങൾ പറയാറില്ലേ? നബിദിനാഘോഷമാണെന്ന് പറയാറില്ലേ? അല്ലെങ്കിൽ നബിദിനമാണെന്ന് പറയാറില്ലേ? അതും ബിദ്അത്തായ സംഗതിയാണെന്ന് നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വലിയ കാര്യമായി നിവർത്തി വായിച്ച അൽ മദ്ഹലില്ലേ? അതുകൊണ്ട് ആ അൽ മദ്ഹലിന്റെ കോലമാണ് കേട്ടത്. അപ്പൊ നിങ്ങൾക്കതൊന്നും സ്വീകാര്യമല്ലെങ്കിൽ എന്താണോ ന്യായം? അതേ മാനദണ്ഡം കൊണ്ടാണ് നിങ്ങൾ വായിച്ചു
പ്രഖ്യാപിച്ചതും ഞങ്ങൾ തള്ളിക്കളയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, കരയുദ്ധക്കാരാ, നിങ്ങൾ കൊണ്ടുവന്ന അടുത്ത ആയുധം എന്താണ്? നിങ്ങൾ കൊണ്ടുവന്ന അടുത്ത ആയുധം അതാ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ആ നിലക്കുള്ള മുഗ്നി എന്ന് പറയുന്ന കിതാബിൽ നിന്ന്, അഥവാ അവിടുത്തെ മദ്ഹബിന്റെ പിൽക്കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമായ മുഗ്നിയിൽ നിന്ന് ഇബ്നു ഖുദാമ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കോലവും ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വയുർവാ എന്ന് പറഞ്ഞുകൊണ്ട് അസ്വീകാര്യമായ ഹദീസാണെന്ന് പ്രഥമമായ കേൾവിയിൽ തന്നെ ബോധ്യപ്പെടുത്തപ്പെടുന്ന നിലക്കുള്ള പ്രയോഗമാണ് അതിലുള്ളത്. അതുകൊണ്ട് ആ കാര്യവും പറയേണ്ടതില്ല. ഇനി പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പറയുമ്പോൾ മുസ്ലിയാർക്കൊരു ചോദ്യമുണ്ട്. അതെന്താ ചോദ്യം? നാഴികക്ക് 40 വട്ടം ഹുസൈൻ സലഫി, നിങ്ങളും സക്കരിയ സലാഹിയും ഒക്കെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി എന്നൊക്കെ പറയുന്ന ഇമാമിങ്ങളെ കിതാബിലുള്ളത് നിങ്ങൾക്ക് സ്വീകാര്യമല്ല അല്ലേ എന്നൊക്കെ ചോദിക്കാറില്ലേ? ചോദിക്കട്ടെ വിനയത്തോടുകൂടി. ആരെങ്കിലും കുറിച്ച് റഹിമഹുല്ലാഹ് എന്ന് പറഞ്ഞുവെങ്കിൽ അവർ പറയുന്നത് മുഴുവൻ തെറ്റുപറ്റാത്തതാണ്, അതിനാൽ മുഴുവൻ സ്വീകരിക്കേണ്ടതാണ് എന്ന അടിസ്ഥാന നിയമം ഏത് ഉസൂലിന്റെ കിതാബിലാ ഉള്ളത്? ഏത് ഉസൂലിന്റെ കിതാബിലാ അതുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉദ്ധരിച്ചത് മുഴുവനും സ്വപ്നത്തിന്റെ കഥയാണ്. ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല കേട്ടോ. എന്നാലും നിങ്ങളൊരു നുണ പറയുന്നുണ്ട്. ആ നുണ കൂടി കേട്ടോളൂ. ഖുർആൻ പഠിപ്പിക്കുന്നത് നബിയെ വിളിച്ച് തേടണമെന്നാണത്രേ മുസ്ലിയാർ തന്നെ പറയുന്നത്. കേട്ടോളൂ. ആകയാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന നബിയെ വിളിച്ച് തേടണമെന്നാണ്, നബിയോട് തേടണമെന്നാണ്, നബിയോട് ശഫാഅത്ത് ചോദിക്കണമെന്നാണ്, അതേ നബി തങ്ങളോട് ഇസ്തിഗാസ ചെയ്യണമെന്നാണ്, നബിയുടെ ആളനാക്കണമെന്നാണ്. കളവാണ് പറഞ്ഞത്, കളവാ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. എവിടുന്നാ നിങ്ങൾക്ക് കിട്ടിയത്? നിങ്ങൾ പറഞ്ഞ വലവന്നഹു അല്ലേ? തെളിയിക്കാൻ സാധ്യമല്ല. വഫാത്തിന്റെ ശേഷമുള്ള സംഭവമായിട്ട് തെളിയിക്കാൻ സാധ്യമല്ല. എത്രയോ സ്ഥലങ്ങളിൽ അതൊക്കെ എടുത്ത് ഉദ്ധരിച്ചതല്ലേ? എവിടെയെല്ലാം നിങ്ങൾ ഇത് ഉദ്ധരിച്ചു? മഞ്ചേശ്വരത്തിനെന്ന് ഉദ്ധരിച്ചു, ചുട്ട മറുപടി കിട്ടിയില്ലേ മുജാഹിദ് പണ്ഡിതന്മാരിൽ നിന്ന്? അങ്ങനെ എവിടൊക്കെ ഉദ്ധരിച്ചോ അവിടൊക്കെ കിട്ടിയിരുന്നത് പുതിയതായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ പറയാ. എന്നിട്ട് എനിക്ക് കുറ്റവും. എന്നെപ്പറ്റി മൂപ്പര് പറയണം, മൗലിക്ക് ഇപ്പൊ നോട്ട്സൊക്കെ തീർന്നു, പഴയതന്നെ അങ്ങനെ പറയാ. മൂപ്പർക്ക് നോട്ട്സൊക്കെ ഇപ്പൊ തീർന്നിട്ടാണ് ഇപ്പൊ മൂപ്പര് പഴയതന്നെ പിന്നിരിക്കുന്നത്. എനിക്കൊരു നോട്ട്സും തീർന്നില്ല, തുടങ്ങണേയുള്ളൂ. നോട്ട്സുകളൊക്കെ ഇനിയും തുടങ്ങണേയുള്ളൂ. ഇതുവരെ ഉദ്ധരിച്ചതും നോട്ട്സുകൾ തന്നെയാണ്. നിങ്ങൾ പിന്നെ എന്താ ചെയ്യാല്? കലക്കി കുടിക്കല. ഞാൻ നോട്ട് എഴുതിയിട്ട് തന്നെ പറയുന്നു. ഞാൻ നോട്ട്സ് എഴുതാറുണ്ട്. നിങ്ങളിതിങ്ങനെ വായിച്ചെന്നിങ്ങനെ എടുത്ത് പറയല. ആ വക ചപ്പടാച്ചിയൊന്നും വേണ്ട സുഹൃത്തെ. എന്തിനാ? ആളുകൾ കാര്യം പഠിക്കട്ടെ. അപ്പൊ ഖുർആന്റെ പേരിൽ നോണ. ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടണമെന്ന്. പച്ച നോണ പറയാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിളിച്ച് സഹായം തേടണമെന്ന് ഖുർആനിലുണ്ട് പോലും. ഏത് ഖുർആനാണത്? നിങ്ങൾ പറയണ്ടേ? ഇനിയോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പോരിശാണ് പറയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം അല്ലാഹുവിന്റെ റസൂലിനെ വഫാത്തായി കഴിഞ്ഞ ഉടനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിളിക്കുന്നു. അതിന്റെ മുമ്പായിക്കൊണ്ട് ഒരു കാര്യം പറയട്ടെ. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ പറയുന്നത് ആദ്യം കേൾപ്പിക്കാം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് ഒരാൾ ഖബറിൽ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, ഇസ്തസ്ഖിലി ഉമ്മത്തിക, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി മഴയ്ക്ക് വേണ്ടി ആവശ്യപ്പെടണേ. ഒരേ അർത്ഥം വെച്ച എന്താ? മഴ വാങ്ങിത്തരണം നബിയേ, മഴ വാങ്ങിത്തരണം നബിയേ. നബിന്റെ ഖബറിൽ എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അങ്ങനെ മൂപ്പരതും പറഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞേക്ക് നബി സ്വപ്നത്തില് പ്രത്യക്ഷപ്പെട്ടിട്ട് ആളെ വിട്ട് പറയാൻ പറഞ്ഞു. എന്ത്? എന്നോട് പറഞ്ഞേക്ക് ഒക്കെ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയാനും മാത്രല്ല ഉമറിനോട് പറയും ഭരണമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തണം. ഇങ്ങനെ നോയാ പോരാ. അതും തന്നെ മനസ്സിലായി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നീതിപൂർവമുള്ള ഭരണത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ആരോ കെട്ടിയുണ്ടാക്കിയ ഒരു കള്ളക്കഥയായിരിക്കും അത് എന്ന്. മാത്രല്ല അതൊരു സ്വപ്നല്ലേ? അല്ല മൗലവി, സ്വപ്നല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ കണ്ട ആള് വന്നിട്ട് പറഞ്ഞപ്പോ, ഈ അൽമനാർ വായിച്ചിട്ടില്ലേ? ചങ്ങരംകുളത്ത് പോകാറില്ലേ? എന്തേ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കൽ ശിർക്കാന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്നൊന്നുമല്ല ചോദിച്ചത് എന്ന് മുസ്ലിയാർ പറയുന്നുണ്ട്. എന്നാൽ മുസ്ലിയാരെ നിങ്ങൾ മനസ്സിലാക്കണം, ഇയാളിവിടെ വന്നിട്ട് ചെയ്ത കാര്യങ്ങൾ. ഞാനിപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ പോയി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാനിങ്ങനെ മഴ കിട്ടാൻ വേണ്ടി മഴ വാങ്ങിത്തരണം, വെള്ളം വാങ്ങിത്തരണം എന്ന്
നബിയോട് പറഞ്ഞു എന്നൊക്കെ ഉമറിനോട് ഈ വന്ന ആള് പറഞ്ഞു എന്ന് നിങ്ങളുടെ വകയാണ്. നിങ്ങളെ തൊള്ള അതിന്റെ ഹദീസിൽ നിങ്ങൾ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ അതില്ല. എന്നിട്ട് നിങ്ങൾ കളവ് പറയുന്നത് കേൾപ്പിക്കാം. നിങ്ങൾ പറയുന്ന കളവ് കേട്ടോളൂ. എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിങ്കിൽ പോയി ഞാൻ മഴ കിട്ടാൻ വേണ്ടി മഴ വാങ്ങിത്തരണം, വെള്ളം വാങ്ങിത്തരണമെന്ന് നബിയോട് പറഞ്ഞു എന്ന സംഗതി ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞപ്പോ നുണയാണാ പറഞ്ഞത്. ഉമർ ഖത്താബിനോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ വന്നാൾ ഞാൻ ഇപ്പൊ നബിന്റെ ഖബറിങ്ങ പോയി എന്നിട്ട് മഴ കിട്ടാൻ വേണ്ടി വെള്ളം വാങ്ങിത്തരണമെന്ന് നബിയോട് പറഞ്ഞു എന്ന് ഉമറിനോട് പറഞ്ഞു. എവിടെയാ മുസ്ലിയാരെ നിങ്ങൾ വായിച്ചതില്ല ആ വാചകം? അറബി വായിച്ച അർത്ഥം പറയും. അറബി വായിച്ചിട്ട് ഇതാ എന്ത്, ഞാനിങ്ങനെ അള്ളാന്റെ റസൂലിന്റെ ഖബറിൽ പോയി ഞാൻ മഴ കിട്ടാൻ വേണ്ടി മഴ വാങ്ങിത്തരണം, വെള്ളം വാങ്ങിത്തരണം എന്ന് നബിയോട് പറഞ്ഞു എന്ന് ഉമറിനോട് ഈ ആള് വന്നു പറഞ്ഞു. ഈ റജുലാരാണ് അറിഞ്ഞൂടാ. ഈ വന്ന റജുലി ആരോ ആകട്ടെ, ആ വന്ന റജുലാരാണെന്ന് അറിയണ്ടേ, എങ്കിലല്ലേ അയാൾ പറഞ്ഞത് സ്വീകരിക്കാനൊക്കോ? നുണയനാണോ സത്യസന്ധനാണോ? ആ നിലക്കൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതൊക്കെ നിർത്തിവെച്ചാൽ തന്നെ ഈ വന്നുകൊണ്ട് ഇയാള് ഞാനിങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു എന്നത് നിങ്ങൾ ആശയത്തിൽ കടത്തിക്കൂട്ടിയതല്ലേ? അത് ശരിയല്ല കേട്ടോ. ഇനി മൂപ്പര് പറയുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട് പോലും. എന്തേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോൾ ആദ്യം ചെയ്തതെന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ സ്ഥലത്തില്ല. അദ്ദേഹത്തിന്റെ തൊട്ടപ്പുറത്തൊരു കൃഷിസ്ഥലമുണ്ട്, താമസസ്ഥലമുണ്ട്, അങ്ങോട്ട് പോയതാണ്. മരണവിവരം കേട്ടപ്പോൾ ദേഹമതാ തന്റെ കുതിരപ്പുറത്ത് ഓടി വരികയാണ്. എന്നിട്ടതാ അവിടെ ഇറങ്ങിയിട്ട് പള്ളിയിൽ കയറുന്ന ഒരാളോടും ഒരക്ഷരം പറയുന്നില്ല. എന്നിട്ടതാ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് സമീപിക്കുന്നുണ്ട്. മാത്രമല്ല ഫതയമ്മമ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് നബിയെ ഉദ്ദേശിച്ചു കൊണ്ടുപോകുന്നു. ഇത് പറയുമ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സംഭവം ഇവിടെ ഞാൻ വായിച്ചപ്പോ എന്താ പറഞ്ഞത്? അള്ളാന്റെ റസൂല് വഫാത്തായപ്പോ അവിടുന്ന് മരണപ്പെട്ട നേരത്ത് എന്ന് നമ്മളിവിടെ പറഞ്ഞില്ലേ? ഇവിടെ പേരോടൊരു കാര്യം തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതെന്താ? പേരോട് പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മുജാഹിദിന് ബഹുമാനമില്ല. എന്താ കാരണം? അവർ റസൂല് മരിച്ചു എന്നൊക്കെ പറയും. റസൂലുള്ള മരിച്ചു എന്നൊക്കെ പറയും. അപ്പൊ മരണപ്പെട്ടു എന്നത് മുജാഹിദ് ഭാഷയാണ്, വഫാത്തായി എന്നതാണ് നമ്മുടെ ഭാഷ. കേട്ടോളൂ, ഇവര് പറയാം നമ്മളെ പേരിലൊരു ആരോപണം. മരണപ്പെട്ടു പോയത് മുജാഹിദിന്റെ ഭാഷ, വഫാത്തായി പോയത് നമ്മളെ ഭാഷ. മരണപ്പെട്ടു പോയത് മുജാഹിദിന്റെ ഭാഷ, വഫാത്തായി പോയത് നമ്മളെ ഭാഷ. മരണപ്പെട്ടുപോയി എന്നത് മുജാഹിദ് ഭാഷ, വഫാത്തായി എന്നത് നമ്മുടെ ഭാഷ. അപ്പൊ ഇവര് മൂപ്പരും കൂട്ടാളികളൊന്നും റസൂലുള്ളാഹിനെ സംബന്ധിച്ച് വഫാത്തായി എന്നല്ലാതെ മരണപ്പെട്ടു എന്ന് പറയില്ല. മുജാഹിദ് ബഹുമാനില്ലാതെ പറയുന്നതാണെന്ന് ചുരുക്കം. ഒന്റെ മൂല്യരെ നിങ്ങൾ എത്ര പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങളുടെ എഴുത്ത് ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും? അള്ളാന്റെ റസൂലും മരിച്ചുപോയി, മരണപ്പെട്ടുപോയി എന്ന് ഉണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ പറ, ഉദ്ധരിക്കാം. ഇല്ലെങ്കിൽ പറ. എന്നിട്ട് അതിന് മുജാഹിദിന്റെ പേരിലൊരു കൂട്ട്. മുജാഹിദീങ്ങൾ ഇങ്ങനെ പറയുള്ളൂ. ഇവര് വലിയ സ്നേഹം. ഒരിക്കൽ പോലും യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പറ്റാതെ 70 തവണ വേണമെന്ന് പഠിപ്പിച്ച കിതാബ് തെളിവായിട്ട് കൊണ്ടുവന്ന നിങ്ങളാ പ്രവാചക സ്നേഹം പറയുന്നത്? മാത്രമല്ല എന്നിട്ട് പിന്നെ മൂപ്പര് ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണവിവരം അറിഞ്ഞു വന്നപ്പോ ഫതയമ്മമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ, അള്ളാന്റെ റസൂലിനെ ഉദ്ദേശിച്ച് നബിന്റെ അടുത്തേക്കാണ് പോയിനാ. മൂപ്പര് നമുക്കെതിരെ ഒരു ചൊട്ട്. എന്താ? ഈ തയമ്മമാന്ന് കേട്ടാൽ മൗലവിമാര് ചിലപ്പോ വിചാരിക്കും തയമ്മം ചെയ്യാനാണ്. അന്നും വിചാരിക്കണ്ടെന്ന്. കേട്ടോളി, നിങ്ങൾ മൂപ്പര് വലിയ ആലിമിന്റെ ബടായി. കേട്ടോളി. ഫതയമ്മമൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് കരുതി. തേമ്മമാന്ന് കേട്ടിട്ട് ഇനി മൗലവിമാര് തേമം ചെയ്തു അർത്ഥം വെക്കണ്ട. ഓരോ വാചകത്തിന് ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥമാണ്. ഫതയമ്മമൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് കരുതി. തേമ്മമാന്ന് കേട്ടിട്ട് ഇനി മൗലവിമാര് തേമം ചെയ്തു അർത്ഥം വെക്കണ്ട. ഓരോ വാചകത്തിന് ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥമാണ്. എന്താ ആലിമിന്റെ വിവരം? മൂപ്പര് മർക്കസിൽ പണ്ട് പഠിച്ചപ്പോ തയമ്മമാന്ന് കേട്ടപ്പോ മണ്ണിൽ കോടിയാളാ.
ആ ഓർമ്മ നമ്മളെ പേരിൽ വെച്ച് കിട്ടുക. ഞങ്ങൾക്ക് ആ ധാരണല്ല. ഞങ്ങൾക്ക് തയമ്മമാന്ന് കേട്ടാല് ഭാഷയിൽ എന്താ അർത്ഥം എന്നും അറിയാം, സാങ്കേതികമായിട്ട് അഥവാ ലുഗത്തിൽ എന്താ അർത്ഥം, ഇസ്തിലാഹിൽ എന്താ അതിന്റെ ഉദ്ദേശം, അതിന് ലുഗത്തും ഇസ്തിലാഹും ഒക്കെ ഉള്ള വ്യത്യാസം അറിയണ്ടേ, പഠിക്കണ്ടേ? വല്ല വിവരമുണ്ടോ? വെറുതെ കുറെ പിരിവ് നടത്തും റിസീവർ പണിക്ക് പറ്റുന്നല്ലാതെ. എന്നിട്ട് മുജാഹിദിന്റെ പേരിൽ, മുജാഹിദീങ്ങളെ പേരിൽ കൊട്ടുക അല്ലേ? തയമ്മമാന്ന് നോക്കും ഓരേമാര് ഇനി അതിന് പോണ്ട, മൂപ്പര അവനവന്റെ വിളിച്ചു പറയാ അല്ലേ? ആ വക രൂപത്തിലുള്ള തറ നിലവാരത്തിലുള്ള ഒന്നും ഇനി വിളിച്ചു പറയരുത്. ഇത് ഇനിയും കുറെ തുടരണ്ടേ, ഇനി വിളിച്ചു പറയരുതേ. ഓർമ്മപ്പെടുത്തുക. പിന്നെ മൂപ്പര് വേറൊരു പരിപാടിയുണ്ട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവിടെ കയറി ചെന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ അതാ തുണിയിട്ട് മൂടിയിരിക്കുകയാണ്. റസൂലുള്ളാഹിയുടെ മുഖത്ത് നിന്ന് തുണിയങ്ങ് നീക്കി, എന്നിട്ട് ചുംബനമർപ്പിക്കുന്നു. അത് പറയുന്നിടത്ത് മൂപ്പരിക്കൊരു കൊട്ടുണ്ട്. തുണി നീക്കി എന്ന് പറയുന്നിടത്ത് മൂപ്പരിക്കൊരു കൊട്ടുണ്ട്. കേട്ടോളൂ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ നബിയുടെ ഖബർ കശഫത്ത് അതേ നീക്കി കാണിച്ചു കൊടുത്തു എന്ന് കാണാം. ആ വാചകം അറിയിക്കുന്നത് തുണി ഉണ്ടെന്നാണ് മേലെ. ഇരിക്കട്ടെ, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കടക്കണം, കടക്കൂലാണ് പൈക്ക് കടക്കണില്ലാണ്. കടക്കണം, ഇപ്പൊ കടക്കണ്ട, അടുത്തീന് കിടക്ക്. എന്താ നിങ്ങൾ പറഞ്ഞത്? അവിടെ ആയിഷ റളിയല്ലാഹു തആല ഖബർ കാണിച്ചു കൊടുത്തപ്പോ തുണി നീക്കിയുന്നുണ്ട്. അവിടെ ഈ പ്രയോഗമാണ്. അതിന്റെ അർത്ഥം ഖബറിന്റെ മേലെ തുണിണ്ട് എന്നാണ്. പച്ചക്കള്ളം. ഏയ് ഇങ്ങനെ ജാറം മൂടുമതിന് മേലെ തുണിത്തമായിരി. അപ്പൊ മൂപ്പരുടെ ധാരണ എന്താ? മൂപ്പരിപ്പതിലൂടെ ധ്വനിപ്പിക്കുന്നത് എന്താ? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടില് ഒരു ഭാഗത്ത് ഡൈനിങ് ഹാള്, ഒരു ഭാഗത്ത് കിച്ചണ്, ഒരു ഭാഗത്ത് സിറ്റ് ഔട്ട്, ഒരു ഭാഗത്ത് ബെഡ്റൂം. അതിൽ ഒരു ബെഡ്റൂമിൽ ഇങ്ങനെ വാതിലൊക്കെ പൂട്ടിയിട്ട് ഹബീബിന്റെ ഖബർ ഇങ്ങനെ പച്ചപ്പട്ടിങ്ങനെ മൂടിക്കിടത്തിയിരിക്കുന്നു. അങ്ങനെ ഖബർ കാണാൻ വന്നയാൾക്ക് വാതിലങ്ങ് തുറന്ന് കാണിച്ചു കൊടുത്തിട്ട് ഖബറും പുറത്തുള്ള വിരിയങ്ങ് നീക്കിയെന്ന് ധ്വനിപ്പിക്കുന്ന തട്ടി ഈ കാപട്യം, ഈ കബളിപ്പിക്കൽ മുസ്ലിമിന് ചേർന്നതല്ല. അബൂബക്കർ സിദ്ദീഖ് മഹാനായ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ഖബർ കാണാൻ വേണ്ടി ചെന്നപ്പോ ആ മഹദിയുടെ വീടെന്ന് പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ ധരിച്ചിട്ടുള്ളത് പോലെ ആ നിലക്കുള്ള വലിയ വീടൊന്നുമല്ല, ഹുജ്റയാണ് കേട്ടോ. പരിമിതമായ സൗകര്യങ്ങളുള്ള ആ റൂമില് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ അവിടുന്ന് വഫാത്തായി കിടന്ന അതേ സ്ഥലത്ത് തന്നെ ഖബറൊരുക്കിയിട്ട് അവിടെയാണ് ഹബീബിന്റെ ശറഫാക്കപ്പെട്ട ശരീരം മടക്കിയിട്ടുള്ളത്. ആ ഖബറും ആയിഷ റളിയല്ലാഹു തആല അൻഹ താമസിക്കുന്ന റൂമും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി ചെറിയ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നബി തങ്ങളുടെ ഖബർ കാണാൻ വന്നപ്പോ നമ്മുടെ ഉമ്മയതാ ആ വിരിയങ്ങ് നീക്കി കാണിച്ചു കൊടുത്തു, ഖബർ കാണിച്ചു കൊടുത്തു എന്നതിന് മുസ്ലിയാർ ഖബറും പുറത്തെ തുണി നീക്കിയെന്ന് ധ്വനിപ്പിക്കാനുള്ള തട്ടിപ്പ്, കാപട്യം മുസ്ലിമീങ്ങളോട് വേണ്ട. അത് ഈ കിതാബ് ചൊല്ലിക്കൊടുക്കുന്ന സിറാജുൽ ഹുദയിലെ കുട്ടികളോട് മതി കേട്ടോ. ആ വക ചപ്പടാച്ചിയും കൊണ്ട് മുസ്ലിമീങ്ങൾ എടുത്തിട്ട് വരണ്ട. ഖബറും പുറത്ത് തുണി ഉണ്ടെന്നോ? ആയിഷ അതിന് മേലെ തുണി ഉണ്ടായിരുന്നു. ഇതാണ് നിങ്ങളുടെ തട്ടിപ്പിന്റെ കോലം. പറയട്ടെ, വിഷയത്തിലേക്ക് വരാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോൾ എന്താ ചെയ്തത്? തുടി അങ്ങ് നീക്കിയിട്ട് ചുംബനമർപ്പിച്ചു. എന്നിട്ട് കരയുകയാണ്. സുമ്മ ഖാല, എന്നിട്ട് പറയുന്നു, ബിഅബീ അൻത വഉമ്മീ യാ നബി അല്ലാഹ്, എന്റെ വാപ്പാനെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു, എന്റെ ഉമ്മാനെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. എന്നിട്ട് മൂപ്പരുടെ വക കുറെ കൂട്ടിച്ചേർക്കലുകൾ. മുജാഹിദേ, മരിച്ചോൾക്ക് വേണ്ടി ഒന്നും സമർപ്പിക്കാൻ പറ്റില്ലെന്നല്ലേ നിന്റെ വിശ്വാസം? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമ്മാനെ സമർപ്പിക്കുന്നു, വാപ്പാനെ സമർപ്പിക്കുന്നു. എന്തൊരു കബളിപ്പിക്കലാണ് പേരോടെ പറയുന്നത് കേട്ടാത്തോണം. റസൂലുള്ള മരിച്ചു കിടക്കുന്നിടത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമ്മാനെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു, ഉപ്പാനെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു, സമർപ്പിക്കുന്നു. അതൊരു ബഹുമാനം പ്രകടിപ്പിക്കുന്ന ഭാഷാശൈലിയല്ലേ സ്വഹാബത്ത് പ്രകടിപ്പിച്ച അവരുടെ ബഹുമാനത്തിന്റെ, റസൂലുള്ളാഹിനോട് തിങ്ങി നിറയുന്ന ആ ഒരു സ്നേഹത്തിന്റെ വികാരം അണവൊട്ടിയൊഴുകുമ്പോ ഹബീബിന്റെ ജീവിതകാലത്തും അവര് പറയാറുണ്ട്. ഏത് പ്രശ്നവും പറയുമ്പോ ഹബീബിന്റെ ജീവിതകാലത്ത് ഒരു വിഷയം അവിടുത്തേക്ക് പറയുമ്പോ സ്നേഹം കൊണ്ട് വീർപ്പ് വിട്ടുന്ന ഖൽബിൽ നിന്ന് വരുന്ന വാചകം, ബിഅബീ അൻത വഉമ്മീ യാ റസൂലല്ലാഹ്. ഈ വാചകത്തെ നിങ്ങൾ എന്തിനാണ് വെടക്കാക്കി തനിക്കാക്കാൻ നോക്കുന്നത്? മോശമായി പോയി. അതവിടെ
നിൽക്കട്ടെ. ഇനി എന്താ പേരോട് പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബിനെ വിളിച്ചില്ലേ? മരിച്ചു വഫാത്തായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിളിക്കുന്നു. മരിച്ചു എന്നറിഞ്ഞിട്ടല്ലേ വിളിക്കണത്? മരിച്ചു എന്നുള്ളത് മുജാഹിദ് ഭാഷ കേട്ടോ, പറയാൻ പാടില്ല, മനസ്സിലാക്കണം. വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നറിഞ്ഞിട്ടന്നെ വിളിക്കണത്. എന്നിട്ട് പറയുന്നത് എന്താ? നബിയേ, നബിയേ, അല്ലാഹു നിങ്ങൾക്ക് 2 മരണം വിധിച്ചിട്ടില്ല കേട്ടോ. ഒരു മരണമേ നിങ്ങൾക്കുമുള്ളൂ. ആ മരണം നിങ്ങൾ മരിച്ചിരിക്കുന്നു നബിയേ. മൂപ്പര ഭാഷയിലിപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോയിട്ട് ഇപ്പൊ നബിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ മരിച്ചിട്ടാ. നിങ്ങൾക്ക് 2 മരണല്ലേ, ഒറ്റ മരണേ ഉള്ളൂ. ആ മരണങ്ങൾ മരിച്ചിരിക്കുന്നു. അപ്പൊ നബി ഇങ്ങനെ അവിടെ കിടന്നിട്ട്, ആഹാ, 2 മരണല്ലേ, ഒറ്റ മരണമില്ലല്ലേ, ഓ അബൂബക്കർ ഇത് പഠിപ്പിച്ചെന്ന് നന്നായി എന്ന രൂപത്തിൽ ആ മൂപ്പര് കൊണ്ടുപോകുന്നത്. പഠിപ്പിച്ചു കൊടുക്കുക, നബിനെ വിളിച്ച് സംസാരിക്കുകയാണ് പോലും. നിങ്ങൾ ചിന്തിക്കണം, ഇതാണിപ്പോ മരണപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അങ്ങനെ പറഞ്ഞത് എന്തിനാണ്? മൂപ്പര് പറയുന്നുണ്ട്, ഒരു സലഫിയും വിചാരിക്കണ്ട അള്ളാന്റെ റസൂൽ മരിച്ചിട്ടില്ല, മരിച്ചു എന്ന് അറിഞ്ഞിട്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് വിളിച്ചത്. മൂപ്പര് പകരം ചൊട്ട്. എന്നാലേ ഒരു കാര്യം മനസ്സിലാക്കണം, പഠിച്ചു വെച്ചോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് വന്ന് പറഞ്ഞത് അവിടെയുള്ള ഒരു മഹാനെ പഠിപ്പിക്കാനാണ്, നബിനെ പഠിപ്പിക്കാനല്ല. ഇരുന്നോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുകൊണ്ട് ബിഅബീ അൻത വ ഉമ്മീ യാ നബിയല്ലാഹ് ലാ യജ്മഉല്ലാഹു വല്ലാഹി ലാ യജ്മഉല്ലാഹു അലൈക മൗതതൈനി അമ്മൽ മൗതത്തുല്ലതീ കുതിബത് അലൈക ഫഖദ് മുത്തഹാ എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചതല്ല കേട്ടോ. വഫാത്തായ നബികൾക്കുമെന്ന നിലക്ക് നബിക്കത് ക്ലാസ് എടുത്തു കൊടുത്തതല്ല കേട്ടോ. മറിച്ച് അവിടെ ഒരു മഹാൻ ഉണ്ടായിരുന്നു. ആരാണ് ആ മഹാൻ? അറിയില്ലേ ചരിത്രത്തിൽ? അല്ലാഹനെ തന്നെയാണ് സത്യം. മാമാത്ത റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് വഫാത്തായിട്ടില്ല, മരിച്ചു എന്ന് പറയുന്നവന്റെ തല ഞാൻ കൊയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായി കൊണ്ടുറഞ്ഞു തുള്ളുന്നുണ്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കാനായി ഇത് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ശൈലിയിലില്ലേ? അങ്ങനല്ലേ ഒരു കാര്യം? ഒരാളോടാ സംസാരിക്കുന്നത്, പക്ഷെ ഉദ്ദേശം വേറുള്ളവർ കേൾക്കാനാ. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കഅബ തവാഫ് ചെയ്യുമ്പോ ഹജറുൽ അസ്വദിനെ മുത്തുന്ന നേരത്ത് പറഞ്ഞു, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, നീ ഒരു കല്ലാണ്, നീ ഉപകാരവും ഉപദ്രവമൊന്നും ചെയ്യൂല. പിന്നെ ഞാൻ എന്തിനാ നിന്നെ ചുംബിക്കുന്നത്? ഹബീബ് നിന്നെ ചുംബിക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും നിന്നെ ചുംബിക്കുമായിരുന്നില്ല. കല്ലിനോട് പറഞ്ഞതാ? അല്ല, ചുറ്റുപാടും കൂടി നിൽക്കുന്ന ആളുകളെ പഠിപ്പിച്ചതാ. എന്തിനാണ് കല്ലിനെ മുത്തുന്നത്? ഹബീബിനെ ഇത്തിബാഴ് ചെയ്യാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാഴ് ചെയ്യാൻ. ഒരാളോട് സംസാരിക്കുക, ഉദ്ദേശം അയാൾ കേൾക്കലല്ല, കൂടെയുള്ള ആളുകൾ കേൾക്കലാണ്. എന്തെല്ലാം സംഭവങ്ങളുണ്ട്. ഇബ്രാഹിം എന്ന കൊച്ചുകുട്ടിയുടെ മരണത്തിന്റെ നേരത്ത്, സക്കറാത്തിൽ കടന്നുകൊണ്ട് കുട്ടി പടയുന്ന നേരത്ത് ഹബീബ് ഇബ്രാഹിമിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോനെ ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഞാൻ ദുഃഖിതനാണ്. ഇബ്രാഹിം എന്ന കുട്ടി കേൾക്കാനല്ല. 2 കാരണങ്ങൾ പണ്ഡിതന്മാരവിടെ പറയുന്നുണ്ട് ആ സംസാരം ഇബ്രാഹിമിനോടല്ല എന്ന്. കാരണം കുട്ടി എട്ടും പൊട്ടും തിരിയാത്ത പ്രായക്കാരനാണ്, ശിശുവാണ്, കുട്ടിക്കത് മനസ്സിലാവില്ല. രണ്ടാമത്തത്, എനിക്ക് കേട്ടാൽ തന്നെ കുട്ടി മരണവക്ത്രത്തിലാണ്. സക്കറാത്തിന്റെ ഹാലിലുള്ളവരോട് സംസാരിച്ചാൽ എന്ത് മനസ്സിലാകാനാണ്? 2 നിലക്കും ആ സംസാരം ഇബ്രാഹിം എന്ന കുഞ്ഞിനോടല്ല, മറിച്ച് കൂടെയുള്ള ആളുകൾ കേൾക്കുന്ന നിലക്ക് പറയുകയാണ്, അതാ ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഞങ്ങളും ദുഃഖിതരാണ്, പക്ഷേ അല്ലാഹുക്ക് വെറുപ്പുള്ളതൊന്നും ഞാൻ പറയൂല. ക്ഷമ പഠിപ്പിക്കാൻ, മര്യാദ പഠിപ്പിക്കാൻ. എന്നിട്ട് മൂപ്പരിവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നെങ്ങാണ്ട്, യാ നബിയല്ലാഹ്, മരിച്ചു വഫാത്തായി കഴിഞ്ഞ ഉടനെ യാ നബിയല്ലാഹ് എന്നാ വിളിച്ചത്. മൗലവി എന്നോട് ചോദിച്ചില്ലേ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ടുണ്ടോ എന്ന്? ഞങ്ങളോട് ചോദിച്ചതിന്റെ ഉദ്ദേശം നിങ്ങൾക്കും അറിയാഞ്ഞിട്ടല്ല, നിങ്ങൾക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് എന്ത് സഹായമായി ഇവിടെ ചോദിച്ചത്? അപ്പൊ നിങ്ങൾക്ക് പറയും, ഉസ്താദ് ഇമാമിന്റെ കിതാബിലില്ലേ
ഗസാലി ഇമാമിന്റെ കിതാബിലില്ലേ എന്ത്? അവിടെ പറഞ്ഞില്ലേ എന്ത്? നബിയേ നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ പോയാൽ ഞങ്ങളെ ഓർക്കരുതേ, മറക്കരുതേ, മറക്കരുത് നബിയേ എന്നൊക്കെ അവിടല്ലേ. നിങ്ങൾ ആ വായിച്ചതൊക്കെ ലഈഫാണ്, ദുർബലമാണ്. നിങ്ങൾ പറഞ്ഞ മാനദണ്ഡം കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. പരമ്പരയോടുകൂടി ഉദ്ധരിക്കൂ. അൽ-ഇസ്നാദു മിനദ്ദീൻ എന്ന് പറഞ്ഞാ പോരാ, തെളിയിക്കണം. നിങ്ങൾ ഗസാലി ഇമാമിന്റെ കിതാബിലാ പറഞ്ഞത് ശരിയല്ല, അത് ആ നിലയ്ക്ക് തെളിയിക്കപ്പെട്ട സംഗതിയല്ല. മാത്രല്ല, നിങ്ങൾ ഗസാലി ഇമാമിന്റെ ആ വാചകം വായിച്ചപ്പോ അപ്പുറവും ഇപ്പുറവും കട്ടിട്ടാണ് വായിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ തന്നെ കളവാണ്. കളവിന്റെ അടിയിലും കളവ് പറഞ്ഞാലോ? പണ്ടേ നുണ പറയുമ്പോ ഒരു സത്യസന്ധത എന്ത് നുണയേറ്റ് നുണയുടെ കൂടെ പിന്നെയും നുണ അല്ലേ? അതിൽ പറയുന്നുണ്ട്, ഇടക്കയിൽ പറയുന്നുണ്ട്, ദാ ഞങ്ങളുടെ ഈ കാര്യം നബി തങ്ങൾക്ക് അങ്ങ് അള്ളാഹുവേ നീ എത്തിച്ചു കൊടുക്കണേ. അള്ളാഹിനോട് പറയുന്നുണ്ട്, അള്ളാ ഞങ്ങളെപ്പറ്റി നിന്റെ നബിക്ക് വിവരം കൊടുക്കണേന്ന്. അപ്പൊ നബി കേൾക്കുന്നുണ്ട്, പിന്നാട് പറഞ്ഞാ പോരെ? പിന്നെന്തിനാ അള്ളാഹിനെ ഏൽപ്പിക്കുന്നത്? അപ്പൊ ആ സംഭവം തന്നെ, പ്രിയപ്പെട്ടവരെ, ആ സംഭവം തന്നെ ദുർബലമാണ്. അപ്പോ നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചേക്കും, എന്ത് ആ നിലക്ക് യഹ്യയിലല്ലേ ഉള്ളത്, യഹ്യാ ഉലൂമുദ്ദീനിലൊക്കെ ഇങ്ങനെ കളവാണോ പറയുന്നത് എന്ന്. ആ നിലക്കുള്ള തട്ടിപ്പുകളൊന്നും നിങ്ങൾ കരുതേണ്ടതില്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഈ സംസാരിച്ചത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പഠിപ്പിക്കാനല്ല, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പഠിപ്പിക്കാനാണ്. കാരണം അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, അള്ളാന്റെ റസൂല് വഫാത്തായിട്ടില്ല കേട്ടോ. ഈ ഘട്ടത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതാ പോയിട്ട് പറയുകയാണ്, അയ്യുഹൽ ഹാലിഫ് ഇജ്ലിസ് അയ്യുഹൽ ഹാലിഫ്, സത്യം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടില്ലെന്ന് പറയുന്ന ഉമറേ, ഇരിക്കവിടെ, ഇരിക്കൂ ഉമറേ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നത്? ഫമൻ കാന മിൻകും യഅബുദു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത വമൻ കാന മിൻകും യഅബുദു فإن الله حي لا يموت قال الله تعالى وما محمد إلا رسول قد خلت من قبله الرسل എന്ന് തുടങ്ങിയ ആയത്തും കേൾപ്പിക്കുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തങ്ങ് കേട്ടപ്പോ, ഇതുവരെ അങ്ങനെ ഒരു ആയത്ത് കേട്ടിട്ടേ ഇല്ലാത്തതുപോലെ എനിക്ക് ഇവരെ കേടുപറ്റിപ്പോയല്ലോ എന്ന സങ്കടം കൊണ്ട് അതാ മഹാനവറുകളും അവിടെ തന്നെ ഇരുന്നു പോയി. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി എന്ന കാര്യം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും സമ്മതിച്ചുപോയി. ഇത് പഠിപ്പിക്കാനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിഅബീ അൻത വ ഉമ്മീ യാ നബിയല്ലാഹ് വല്ലാഹി ലാ യജ്മഉല്ലാഹു അലൈക മൗതതൈനി അമ്മൽ മൗതത്തുല്ലതി കുതിബത അലൈക ഫഖദ് മുത്തഹാ എന്ന് പഠിപ്പിച്ചതും പറഞ്ഞതും, അതല്ലാതെ റസൂലുള്ളാഹിനെ വിളിച്ച് പഠിപ്പിച്ചതോ അവിടുത്തെ വിളിച്ച് സഹായം ചോദിച്ചതോ അല്ല. ഇത്തരത്തിൽ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുതെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. എന്റെ ഇടയിൽ മൂപ്പര് വേറൊരു കാര്യം പറഞ്ഞു. ഒരു ഷൗക്കാനി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പറയുന്ന നേരത്ത്, ഷൗക്കാനി ആരാന്ന് പറയേണ്ട മൂപ്പര്, ഷൗക്കാനി എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് മുൻകാലത്തുള്ള. അദ്ദേഹത്തിന്റെ ഒരു കിതാബ് എന്തോടുത്ത് ഉദ്ധരിക്കുന്ന മൂപ്പര് പറഞ്ഞു, ഷൗക്കാനി ആരാന്നറിയ? ഷൗക്കാനി ആദ്യമായി നെഞ്ചത്ത് കൈകെട്ടണമെന്ന് പറഞ്ഞ ആളാണ് ഷൗക്കാനി. അടുത്ത കാലത്ത് ജീവിച്ച് മരിച്ചു പോയിട്ടുള്ള ഒരു വലിയ പണ്ഡിതനെ കുറിച്ച് പറയാണ് ഷൗക്കാനി. അദ്ദേഹം നെഞ്ചത്ത് കൈവെട്ടണമെന്ന് മൂപ്പര് ആദ്യം പറഞ്ഞു. അന്ന് കേട്ടോളി മൂപ്പരെ പറ്റി പറയുന്നത്. ഈ ഷൗക്കാനിയുടെ ഇയാളാണ് ആദ്യമായി നെഞ്ഞത്ത് കെട്ടോളൂ എന്ന് പറഞ്ഞ ആള്. ഒരു ഇമാമിങ്ങളും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ഷൗക്കാനിയുടെ ഇയാളാണ് ആദ്യമായി നെഞ്ഞത്ത് കെട്ടോളൂ എന്ന് പറഞ്ഞ ആള്. ഒരു ഇമാമിങ്ങളും അങ്ങനെ പറഞ്ഞിട്ടില്ല. കണ്ടോ എന്താ പറഞ്ഞത്? ഈ ഷൗക്കാനിയാണ് നെഞ്ചത്ത് കൈകെട്ടണമെന്ന് ആദ്യം പറഞ്ഞത്. ഒരു ഇമാമും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ മനസ്സിലായപ്പോ അവിടെ മുജാഹിദുകളായ ആളുകൾ, സലഫികള് നമസ്കാരത്തിന് നിൽക്കുമ്പോ അതാ കൈകെട്ടും. അവര് കൈകെട്ടുമ്പോ എങ്ങനെ കെട്ടാ? ചില ആൾക്കാർക്ക് എവിടെ കെട്ടിയാലെന്താ, തീരെ കെട്ടിയില്ലെങ്കിൽ എന്താ, ഇപ്പൊ എന്തായാലും എന്താന്നൊക്കെ ചോദിക്കണേ പല ആൾക്കാരുണ്ട്. പക്ഷേ മുജാഹിദുകൾക്ക് ഒരു കാര്യത്തിൽ കൺസേൺ, കെട്ടിനുണ്ടോ എന്നാ എവിടെങ്കിലും ഒരു ഭാഗത്ത് വെക്കണ്ടേ, അവിടെ ഇവിടെയും പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റുമോ? പണ്ടൊരു അമ്മ ഷാഖന്റെ അടുത്ത് രണ്ടാള്, എപ്പോഴും ഒരു മുജാഹിദും വരുവനും ഒരു ഖുറാഫിയും വരുവനും.
മുജാഹിദ് വരുമ്പോ അമ്മോശാക്ക നെഞ്ചത്ത് കിട്ടും, ഖുറാഫി വരുമ്പോ അമ്മോശാക്ക പള്ളമ്മ കിട്ടും. രണ്ടാളും കൂടി ഒരിക്കൽ ഒരുമിച്ച് വന്നപ്പോ മൂപ്പരിക്ക് നിവൃത്തിയില്ലാതായപ്പോ അല്ലാഹു അക്ബർ എന്ന് ഒരു കൈ നെഞ്ചത്ത് ഒരു കൈ വേറെ. എങ്ങനെങ്കിലും കിട്ടല, ഈ രൂപത്തിൽ എങ്ങനെയെങ്കിലും കിട്ടുന്ന പരിപാടിയാ അല്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം കണിശതയുണ്ട്. അതെന്താ? കെട്ടുകയാണെങ്കിൽ അത് നെഞ്ചിലായിരിക്കണം. അത് ലോകത്താദ്യമായിട്ട് ശൗക്കാനി ഇമാമല്ല പറഞ്ഞത്, അതാദ്യമായി പറഞ്ഞ ഏതാവ് ശൗക്കാനിയല്ല കേട്ടോ. ഈ ലോകത്ത് നമസ്കാരത്തിൽ നെഞ്ചിലാണ് കൈവെക്കേണ്ടതെന്ന് ഈ ലോകത്ത് ഞങ്ങളെ പഠിപ്പിച്ചത്, ഒന്നാമതായി അത് പഠിപ്പിച്ചത് ശൗക്കാനിയല്ല കേട്ടോ. ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് കേട്ടോ. നിങ്ങൾ കേട്ടോ, ഒരധ്യായം തന്നെ കേട്ടോ. ആ സംഭവം ഉദ്ധരിച്ചത് ശൗക്കാനിയാണോ ആദ്യം? നിങ്ങൾ പരമ്പരയിൽ എണ്ണിയ ഇമാം ബൈഹഖിയില്ലേ? ഇമാം ബൈഹഖിയതാ അവിടുത്തെ സുനനുൽ കുബ്രയിൽ അധ്യായം തന്നെ കൊടുക്കുന്നത് ആ ഒരു വിഷയം പറയുമ്പോ അദ്ദേഹം ഹെഡിങ് തന്നെ കൊടുക്കുന്നത് ബാബു വദഇൽ യദൈനി അലസ്സദ്രി ഫിസ്സലാത്തി മിനസ്സുന്നാ. രണ്ട് കൈകളും നെഞ്ചിൽ വെക്കൽ ഫിസ്സലാത്തി നമസ്കാരത്തിൽ മിനസ്സുന്ന, സുന്നത്തിൽപ്പെട്ടതാണ്. നിങ്ങൾ കളിയാക്കിയില്ലേ? കുറച്ചിങ്ങോട്ട് കഴുത്തിലേക്ക് നിങ്ങൾ കൈ കെട്ടിയിട്ട് നിങ്ങൾ പറഞ്ഞു ഡേഞ്ചർ, ഖതറ, അപകടം, തുടരുത് തുടരരുത് എന്ന് നിങ്ങൾ കളിയാക്കിയില്ലേ? പരിഹസിച്ചോളൂ, ഞങ്ങൾ ആരും ഇങ്ങോട്ട് കെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല. എവിടെയാ കെട്ടേണ്ടത്? സ്വദർ, നെഞ്ചിന്മേലാണ് കൈവെക്കേണ്ടത്. ആ നെഞ്ചിൽ തന്നെ ഏതാ? ഹൃദയം എവിടെയാണോ, ഹൃദയം എവിടെയാണോ അതിന്മേൽ. ആ നിലക്കൊക്കെ നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചില പ്രത്യേക ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? അവിടേക്ക് ഞാൻ വരുന്നതിന്റെ മുമ്പ് പറയട്ടെ, ഇമാം ശൗക്കാനിയല്ല കേട്ടോ. വിവരമില്ലെങ്കിൽ മതം പറയരുതെന്ന് പേരോടിനോട് ഓർമ്മപ്പെടുത്തുന്നു. റിസീവർ പടി തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെച്ചിട്ട് ഒന്ന് ഹദീസ് പഠിക്കൂ. ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിൽ ഞാൻ ഈ വായിച്ച അധ്യായമുണ്ടോ? ഇല്ലേ? കിതാബിലില്ലേ? കിതാബിലില്ലേ? ബൈഹഖി ഇമാമിന്റെ കിതാബ് എന്നാണ് ഞാൻ വായിക്കുന്നത്. വദഉൽ യദൈനി അലസ്സദരി, നിസ്കാരത്തിലതാ നെഞ്ചിന്മേൽ കൈവക്കൽ മിനസ്സുന്നാ, സുന്നത്തിൽപ്പെട്ടതാണ്, നബിചര്യയിൽപ്പെട്ടതാണ് എന്ന നിലക്കതാ അധ്യായം പറഞ്ഞിട്ട് അതിൽ ഹദീസ് മുദ്രക്കൊണ്ടു വദഅയമീനഹു അലാ യുസ്റാഹു അലാ സദരിഹി. ഇടത്തെ കൈയിന്മേൽ അവിടുത്തെ വലത്തെ കൈ വെച്ചു, അലാ സദരിഹി, അവിടുത്തെ നെഞ്ചിന്മേൽ. നിങ്ങൾക്ക് പറയാൻ കഴിയോ? നിങ്ങൾക്ക് പറയാൻ കഴിയോ? എന്ത്? നിങ്ങൾ പലരും പറയാറില്ലേ? നിങ്ങൾ പറയാറുണ്ടെന്ത്? നിങ്ങൾ പറയും നെഞ്ചിന്മേലെന്നല്ല, നെഞ്ചിന്റെ താഴെയാണ്. എന്നാ ചോദിക്കട്ടെ, പൊക്കിളിന്റെ മുകളിൽ ആ നെഞ്ചിന്റെ താഴെ പള്ളമ്മേൽ എന്നൊരൊറ്റ റിപ്പോർട്ടുണ്ടോ? വയറിന്മേലെന്ന് അലൽ ബത്നി എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഹനഫികൾ കെട്ടുന്നത് തഹ്ത സുറ, അതേ അവരുടെ പൊക്കിൽ കൊടിയുടെയും പൊക്കിലിന്റെയും താഴെയാണ് കെട്ടുന്നത്. ഔറത്തുമേൽ കൈവക്കുന്നു. അതും സഹീഹായ സംഭവമല്ല. സഹീഹായ സംഭവം എന്താണ്? നെഞ്ചിന്മേൽ കൈവെക്കലാണ്. നിങ്ങൾ പരിഹസിച്ചില്ലേ? നിങ്ങൾ പരിഹസിച്ചില്ലേ? ചോദിക്കട്ടെ, നിങ്ങളുടെ ഖൽബ് വയറിന്റെ അകത്താണോ? കാരണം നിങ്ങളും നിങ്ങളുടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം, നിങ്ങൾ അറിയാതെ വാക്കിൽ വന്നുപോയതാണ്. എന്താ നിങ്ങൾ പറഞ്ഞത്? ചിന്തിക്കുമ്പോ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കൂ മുജാഹിദേ. നമ്മളോട് പറയാണ് നിസ്കാരത്തിലല്ല നെഞ്ചിൽ കൈവെക്കേണ്ടത്, ചിന്തിക്കാൻ വേണ്ടി നെഞ്ചത്തൊന്ന് കൈവെക്കോ എന്ന് പേരോടെ നിങ്ങളെ കൊണ്ട് അല്ല പറയിപ്പിച്ചതാണ്. കാരണം നിങ്ങളും സമ്മതിച്ചു, ചിന്തക്ക് ഭക്തിയൊക്കെ കിട്ടാനും ആ കാര്യങ്ങൾക്കൊക്കെ ഈ പള്ളമ്മ കെട്ടുന്ന ശൈലിയല്ല, നെഞ്ചിന്മേൽ ഇങ്ങനെ ഹൃദയത്തിന്മേൽ കെട്ടലാണ് നല്ലതെന്ന ഹിക്മത്ത് നിങ്ങളും സമ്മതിച്ചില്ലേ? അത് നിങ്ങളെ ഇമാമിങ്ങൾ തന്നെ പറഞ്ഞതല്ലേ? അതിന്റെ മുമ്പ് നിങ്ങൾ ആ പറഞ്ഞതൊന്ന് ജനമൊന്ന് കേട്ടോട്ടെ. നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കൂ മുജാഹിദേ. നിസ്കരിക്കുമ്പോ വെക്കാനുള്ളതല്ല നെഞ്ഞ്, ഇത്തരം കാര്യം ചിന്തിക്കുമ്പോ കൈവെക്കാനുള്ളതാ നെഞ്ഞ്. ശരിക്ക് നെഞ്ഞത്ത് കൈവച്ച് ഒന്ന് ചിന്തിക്കൂ മുജാഹിദേ. കേട്ടോ,
നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കൂ. ഇവർക്ക് മനസ്സിലായി ചിന്തയും കുറച്ച് ബോധമൊക്കെ ഉള്ളവര് നെഞ്ചത്താ വെക്കാൻ. ആ ഹിക്മത്ത് തന്നെ വേരോടെ നിങ്ങൾ അംഗീകരിക്കുന്നു ഫുഖഹാക്കളും പറഞ്ഞത്. എന്ത് കൈവെക്കുമ്പോ പള്ളമ്മലല്ല, നെഞ്ചിൽ തന്നെ ഖൽബുള്ള ഭാഗത്ത് വെക്കണം. എന്തിനാ നമ്മളൊരു കാര്യം അവിടെ നെഞ്ചിൽ വെക്കുന്നത്? എന്തിനാ? ലിഅന്നഹു മൗദിഉ നൂരിൽ ഈമാനി ഫഹിഫുദുഹു ബിയദിഹി ഫിസ്സലാത്തി ഔലാ മിനൽ ഇശാറത്തി ഇലൽ ഔറത്തി ബിൽ വദഇ തഹത അസ്സുറാ വഹുവ അഖറബു ഇലൽ ഖുശൂഇ വൽ ഖുശൂഉ സീനത്തുസ്. ഹനഫികള് അതാ പൊക്കിളിന്റെ താഴെ അവർക്കും കൈകെട്ടുന്നതിനെ വിമർശിച്ചുകൊണ്ടും അതാ ഈ നിലക്ക് പേരോട് പോലെയുള്ളവരെ വിമർശിച്ചുകൊണ്ടും എന്തേ കാരണം? മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട് ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന ആയത്തോതിയിട്ട് അതാ അലിയാരിൽ നിന്ന് തെളിവുദ്ധരിക്കുന്നു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തെളിവുദ്ധരിക്കുന്നു. എന്താ പറയുന്നത്? അൽ മുറാദു മിൻഹു വദുൽ യമീനി അല ശിമാലി അലൻ നഹരി വഹുവ അതുകൊണ്ട് ഉദ്ദേശം ഫസല്ലി ലിറബ്ബിക വൻഹർ എന്നതുകൊണ്ട് ഉദ്ദേശം നെഞ്ചിന്മേൽ കൈവെക്കലാണ്. ഞാൻ പറഞ്ഞതല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അനസിൽ നിന്നുമൊക്കെയുള്ള റിപ്പോർട്ടുണ്ട്. ഇനി അല്ല അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ടുണ്ട്. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള റിപ്പോർട്ടിൽ ഇൻദൻ നഹരി എന്നാണ്, നെഞ്ചിന്റെ അടുക്കൽ. അപ്പോഴും പള്ളയല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഈ നെഞ്ചിൽ കൈവെക്കുന്ന പരിപാടി അത് ഷൗക്കാനി തുടങ്ങിയതാ, മുജാഹിദിന്റെ പരിപാടിയാണ്. അല്ല കേട്ടോ, ഞങ്ങളെ പരിപാടി തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്കതിന് സനദ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, അനസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. നബിന്റെ സമ്പ്രദായം എങ്ങനെയാണ്? എന്നിട്ട് നിങ്ങൾ പറയാണ്ട് നെഞ്ചത്ത് കൈകെട്ടുന്ന ഒരു ഇമാമും പറഞ്ഞില്ല എന്നാണ്. ഒരു ഇമാമും പറഞ്ഞില്ല പോലും. അപ്പൊ നിങ്ങളെ ഹനഫി നിങ്ങളുടെ പാഠപുസ്തകത്തിൽ എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ മദ്രസയിലെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താ അറിയോ? പലതവണ ഇവിടുന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ, നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങളതാ മാസം തികയാത്ത പ്രസവം അല്ല പ്രസംഗം. മൂപ്പര് ഇവിടെ വന്നിട്ട് എന്നൊരു പരിഹാസം, മൗലവി 8 മാസത്തില് പ്രസവിക്കും അല്ല പ്രസംഗിക്കും. എന്താണ് ആ പരിപാടി നോക്കട്ടെ. നമ്മൾ 8 പ്രസവിക്കും അല്ല പ്രസംഗിക്കുന്നു. അപ്പൊ നമ്മൾ 8 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് സംഗതി. ഇതാണ് 8ഉം 10ഉം തികഞ്ഞിട്ടാണ്. മൂപ്പരോ മാസം തികയാതെ പ്രസവിക്കും അല്ല പ്രസംഗിക്കും. ഈ മാസം തികയാതെ പ്രസവിച്ചിട്ടാൽ അല്ലെ പ്രസംഗിച്ചിട്ടാൽ ഇതൊരു മനുഷ്യന്റെ ഇടയിലേക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ അത് ഈ എവിടെങ്കിലുമൊക്കെ കിടത്തിയിട്ട് മുറിച്ചിട്ടും വെട്ടിയിട്ടൊക്കെ വേണം ഈ സാധനം ഒന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് ഒരു കോലത്തിലാക്കിയെന്ന് തോന്നണമെങ്കിൽ ആവൂല. ഒരു കോലത്തിലാക്കിയെന്ന് തോന്നണമെങ്കിൽ തന്നെ അതിന് ഒരുപാട് പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തണം. ഈ ഇറച്ചി തുണ്ടത്തുമേ അതാ മൂപ്പരെ സീഡിത കോലം ഒന്നും പറയണ്ട. എത്ര സ്ഥലത്താ സീഡി കത്ത് മുറിക്കുന്നറിയോ? എത്ര സ്ഥലത്താ മുറിച്ചതെന്നറിയോ? ഞങ്ങൾ പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ മുറിച്ചത് എവിടെയൊക്കെയാണ്? നിഷേധിക്കും നിങ്ങൾ നിഷേധിക്കും. സീഡിയിലില്ലാത്ത പലതും ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. നിങ്ങളുടെ സീഡിയിൽ നിങ്ങൾ ഇറക്കിയിട്ടില്ല. നിങ്ങളുടെ പ്രസംഗത്തിൽ നിങ്ങൾ മുറിച്ചിട്ട് സീഡിയിൽ കൊടുക്കാൻ ധൈര്യമില്ലാതെ നിങ്ങൾ പറഞ്ഞ ഒരു അശ്ലീലത കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. സിറാജ് പത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ നാളെ വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അവിടെ നിങ്ങളൊരു അശ്ലീലമൊക്കെ പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി മൂപ്പര് പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഞാൻ നാളെ പറഞ്ഞുതരാം. എന്താ അറിയോ, നിങ്ങൾക്ക് അങ്ങനെ എന്തൊക്കെ മിമിക്രിണ്ട്? ഞാൻ മൂപ്പര ഒച്ചയിൽ പറഞ്ഞതാണ് ചുരുക്കം. എന്താണെന്നറിയോ? തട്ടിപ്പ്. അപ്പൊ ആ രൂപത്തിലാണ് നിങ്ങളുടെ സംസാരമല്ലേ എങ്കിൽ അതൊന്നും ഇനി നടക്കൂല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. പിന്നെ നിങ്ങൾ കാപ്പോ നെഞ്ചത്ത് കൈകെട്ടുക എന്നുള്ളത് അത് ഇസ്ലാമികമായിട്ട് വലിയൊരു കാര്യമാണോ എന്നൊക്കെ ചിലപ്പോ ജമാഅത്തേരി ചോദിക്കണ്ടോ. മലയമാരെ വലിയ വിഷയമാണിപ്പോ. മനുഷ്യന്മാർക്ക് തല വേണോ നെഞ്ചു വേണോ എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പോഴൊക്കെ എവിടെ കൈയ്യട്ടുണ്ട്? ഞാൻ കയ്യിലൊക്കെ കഴിച്ചതുണ്ട്. അള്ളാന്റെ റസൂല് കെട്ടിയിട്ടില്ലേ? കെട്ടിയെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കെട്ടുണ്ട്. അതിനത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിയോടെ തന്നെ കെട്ടണം എന്നാണ്. മനസ്സിലായില്ലേ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേറെ പലതുമാണ് വലുത്. ഞങ്ങൾക്ക് ഇതൊക്കെ വലുതായിട്ടല്ല, ഏത് ചെയ്യുമ്പോഴും അള്ളാന്റെ റസൂല് ചെയ്തതുപോലെ ആയിരിക്കണം എന്നൊരു കണിശതയുള്ളത് കൊണ്ട് ഞങ്ങളെ ജനങ്ങളെ പഠിപ്പിക്കാറുണ്ട്. ജനങ്ങളെ നിസ്കരിക്കുമ്പോ കൈ വെക്കുകയാണെങ്കിൽ ഒരു പള്ളമ്പലോ പൊക്കിളിന്റെ താഴെയൊന്നുമല്ല വെക്കേണ്ടത്, നെഞ്ചിന്മേലാണ്. എന്നാൽ നിങ്ങൾ പറഞ്ഞു നെഞ്ചിന്മേൽ ആരും കെട്ടിയിട്ടില്ല, ആർക്കും അങ്ങനെ വാദല്ല. അത് പറഞ്ഞ നിങ്ങളതാ കുട്ടികളെ എന്താ പഠിപ്പിക്കുന്നത്? പുരുഷന്മാര് നെഞ്ചിന്റെ മുകളിലും അല്ല പുരുഷന്മാര് പൊക്കിളിന്റെ താഴെയും. ഹനഫി പുസ്തകത്തിൽ നിങ്ങളുടെ പാഠപുസ്തകത്തിലാണ്, നിങ്ങളെ വിദ്യാഭ്യാസ ബോർഡാ പഠിപ്പിക്കുന്നത്.
നിങ്ങളുടെ വിദ്യാഭ്യാസ ബോർഡാ പഠിപ്പിക്കുന്നത്. എന്ത്? സ്ത്രീകൾ പുരുഷന്മാര് നമസ്കരിക്കുമ്പോ പൊക്കിളിന്റെ താഴെ, പെണ്ണുങ്ങളോ സ്തനത്തിന്മേൽ ഞങ്ങളുടെ പുസ്തകത്തിലുണ്ട്. പെണ്ണുങ്ങൾ നെഞ്ചത്തും വെക്കണം അല്ലേ? അപ്പൊ പെണ്ണുങ്ങൾക്ക് നിങ്ങൾ ഇസ്ലാം ബാധകല്ലേ? ഹനഫി പെണ്ണുങ്ങൾ ഇസ്ലാം ഡൗട്ട്. കാരണം അത് ഷൗക്കാനി മദ്ഹബ്. ആണുങ്ങൾക്ക് ഹനഫി മദ്ഹബ്, പെണ്ണുങ്ങൾക്ക് ഷൗക്കാനി മദ്ഹബ് അല്ലേ? എന്ത് വിരോധാഭാസമാണ് നിങ്ങൾ ഈ പറയുന്നത്? എന്ത് പാരമ്പര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? ആണിനും പെണ്ണിനും തമ്മിലുള്ള ഏതെങ്കിലും ഒരു നിയമത്തിൽ, ഈ ഒരു കാര്യത്തിലെങ്കിലും ഇസ്ലാമിന്റെ നിയമത്തിൽ അവർക്ക് നിങ്ങൾ ആ നിയമം വകവെച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അവിടെ നിങ്ങൾ നെഞ്ചത്ത് കൈകെട്ടാന്ന് പറഞ്ഞു. നെഞ്ചത്ത് കൈകെട്ടണമെന്ന് ഒരു ഇമാമും പറഞ്ഞില്ല. നിങ്ങൾ പറയും ചെയ്യുക. നമ്മളിവിടെ വായിച്ചു നിങ്ങളുടെ 2 പ്രസിദ്ധീകരണവും. ഇന്ന് വരെ നിങ്ങൾ മിണ്ടിയിട്ടില്ല. അടുത്ത പ്രസംഗത്തിൽ പറയണം. ഒന്നുകിൽ നിങ്ങൾ ആ പറഞ്ഞത് പിൻവലിക്കണം, അതല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ നിന്ന് പിൻവലിച്ച് സമുദായത്തോട് മാപ്പ് പറയണം. നിങ്ങൾ വലിയ പാരമ്പര്യത്തിന്റെ ആൾക്കാർ. എന്നിട്ട് തുടരരുത് അപകടം ഖത്തറ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാം. ശരി, പിന്നെന്താ മൂപ്പരെ കാര്യമായ തെളിവെന്താണ്? അതാ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കാലുകോച്ചിയപ്പോ, മഹാനവറുകൾക്ക് കാലുകോച്ചിപ്പിടുത്തമുണ്ടായപ്പോ അതാ വിളിക്കുകയാണ്, യാ മുഹമ്മദ്. കാലുകോച്ചിയാൽ പോലും, നിങ്ങൾ നോക്കൂ, കാലുകോച്ചിയാൽ പോലും റസൂലുള്ളാഹിനെ വിളിക്കാൻ പറഞ്ഞ ബുഖാരി കാഫിറാണോ മുശ്രിക്കാണോ? മുസ്ലിയാർക്കൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഒന്ന് കേട്ടോളൂ, എന്നിട്ട് ഞാൻ പറയാം. ഇങ്ങനെ കാലുകോച്ചിയാൽ പോലും റസൂലുള്ളാഹിനെ വിളിക്കണമെന്ന് അല്ലദബുൽ മുഫ്രദ് എന്ന ഈ കിതാബിൽ എഴുതി വെച്ച ഇമാം ബുഖാരി കാഫിറാണോ സലഫി, മുശ്രിക്കാണോ സലഫി? അല്ല. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ നിലക്കുള്ള വിളിച്ച സഹായത്തട്ടം അദബുൽ മുഫ്രദിൽ പറഞ്ഞതിൽ ഉദ്ദേശമില്ല. കാരണം എന്തെന്നല്ലേ? ഒരാളെ കാലുകോച്ചിയാൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു സംഭവം എന്താണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് കോച്ചിപ്പിടുത്തമുണ്ടായി. അപ്പോൾ ഒരാൾ അടുത്തെന്ന് പറഞ്ഞു, ഉദ്കുർ അഹബ്ബന്നാസി ഇലൈക, ഇഷ്ടപ്പെട്ടയാളെ ഓർത്തോളൂ, ഇഷ്ടപ്പെട്ടയാളെ ഓർത്തോളൂ. ഹബീബായ നബി തങ്ങളെക്കാൾ ഇഷ്ടപ്പെട്ടവരാരാ സഹാബത്തിന്? നമുക്കും അതല്ലേ. അല്ലാഹു നബിയോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിലെന്നും നിലനിർത്തി തരുമാറാകട്ടെ. ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒത്തുചേരാൻ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ചിന്തിച്ചു നോക്കൂ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എന്താ ചെയ്യുന്നത്? എന്താണ് അവിടെ? നബിയേ, എന്റെ കാല് കോച്ചിപ്പോയി നബിയേ, എന്റെ കാല് കോച്ചിപ്പോയതെന്ന് മാറ്റിത്തരണം നബിയേ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല കേട്ടോ, ഒരിക്കലും വിളിച്ചിട്ടില്ല. പിന്നെ എന്താണ്? അതൊരു രീതിയാണ്, പണ്ട് കാലത്തെ സമൂഹത്തിലുള്ള ഒരു രീതിയാണത്. കാലിന് കോച്ചിപ്പിടുത്തം വരുമ്പോ പണ്ടേ അറബികൾക്കൊരു സമ്പ്രദായമുണ്ട്. ഇഷ്ടമുള്ള ആളുടെ പേരങ്ങ് പറയും. ഇഷ്ടമുള്ളയാളുടെ കാലിങ്ങനെ ഇങ്ങനെ തരിച്ച് അനങ്ങാൻ വയ്യാതെ ഇരിക്കുമ്പോ, അങ്ങനെ തരിപ്പ് വരുമ്പോ ആ തരിപ്പിനൊരു ശമനം കിട്ടാൻ അവർ കണ്ടിരുന്ന പരിപാടി, ഏറ്റവും ഇഷ്ടപ്പെട്ടയാളെ ഓർക്കും. ആ ഇഷ്ടപ്പെട്ടയാൾ ഒരു പക്ഷേ വാപ്പയാകാം, ഉമ്മയാകാം, ജ്യേഷ്ഠനാവാം, മകനാവാം, മകളാവാം, ഭാര്യയാവാം, കാമുകിയാവാം, കൂട്ടുകാരിയാവാം, കൂട്ടുകാരനാവാം. അങ്ങനെ പലരെയും അവർ വിളിക്കാം. അങ്ങനെ ആ നിലക്ക് പേര് പറയാറുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാളുടെ പേരങ്ങ് പറയുമ്പോ ശരീരത്തിലതാ പലയിടത്തും ആ സ്തംഭനം സംഭവിച്ചിട്ടുള്ള സംക്രമണ വ്യവസ്ഥക്കൊരു മാറ്റം സംഭവിച്ചിട്ട് കാലിന്റെ കോച്ചിപ്പിടുത്തം മാറിയിട്ട് ശരീരത്തിൽ ഒരു ആരോഗ്യം പ്രത്യേകമായി ലഭിച്ച് രക്തയോട്ടം കിട്ടുന്നു. അങ്ങനെ ഈ രൂപത്തിലുള്ള ഒരു ചികിത്സാ രീതി ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ നോക്കൂ, അറേബ്യൻ കവിതകളിൽ തന്നെ കാണാം. ഒരാൾ തന്റെ കാമുകിയോട് പറയുന്ന വർത്തമാനം കേട്ടോ, ഇത് റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടിയതാണല്ലേ നിങ്ങൾ പറയുന്നത്? എങ്കിൽ ഇതാ ഇനി കേൾപ്പിക്കുന്ന കവിതയിൽ അയാൾ കാമുകിയെ വിളിച്ച് സഹായം തേടിയതാണോ? കേട്ടോളൂ. വല്ലാഹി
അയാൾ പറയാണ് വല്ലാഹി മാ ഖദറത് റിജ്ലി വമാ അസറത് ഇല്ലാ ദകർതുകി ഹത്താ യദ്ഹബൽ ഖദറു. എന്താണ് അതിന്റെ അർത്ഥമെന്ന് കേട്ടോ? അല്ലാഹനെ തന്നെയാണ് സത്യം. എന്റെ കാലിന് കോച്ചിപ്പിടുത്തം സംഭവിച്ചാൽ, തരിപ്പനുഭവപ്പെട്ട എനിക്ക് അങ്ങനെ എന്തെങ്കിലും നിലക്കുള്ള ആ ഒരു സ്വാരസ്യം തോന്നിക്കഴിഞ്ഞാൽ കാമുകിയോട് പറയാണ് ഇല്ലത് ഞാൻ നിന്നെ ഓർക്കാതിരിക്കില്ല. അങ്ങനെ നിന്നെ അങ്ങ് ഓർക്കുമ്പോഴേക്ക് എന്റെ തരിപ്പങ്ങ് പോകുന്നു. കാമുകിയെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തതാണോ? ഇത് ഒരു സംസ്കാരമാണ്. അതേ അവസരത്തിലതാ സ്വഹാബത്ത് അവർക്കിഷ്ടമുള്ള ആളാരാണ്? നമുക്കേറ്റവും ഇഷ്ടം ആരോടാണ് വേണ്ടത്? അതാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോഴേക്ക് അതാ തരിപ്പ് നീങ്ങിപ്പോയി. അതല്ലാതെ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് കാലിന് തരിപ്പുണ്ട് നബിയെ സുഖമാക്കി തരണേ നബിയെ വിളിച്ചിട്ടില്ല കേട്ടോ, പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ മൂപ്പര് പറയാണ് സക്കരിയ സ്വലാഹി മഞ്ചേശ്വരത്തുനിന്ന് യാനില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പിടികൂടി നല്ല മറുപടി അങ്ങ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ആ വിഷയത്തിൽ പേരോടിനോടതാ കൃത്യമായി ഇസ്ലാമികമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാന്യനായ സക്കരിയ സ്വലാഹി നല്ല ചുട്ട മറുപടി അങ്ങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ യാ മുഹമ്മദാ എന്നല്ല ആദ്യങ്ങളല്ലേ ഉദ്ധരിച്ചത്, നിങ്ങളല്ലേ ഉദ്ധരിച്ചത് ശരവിശിപ്പ. ഇതാ യാ മുഹമ്മദാ, യാ മുഹമ്മദാ എന്ന് ആദ്യം നിങ്ങൾ പറഞ്ഞു. യാ മുഹമ്മദ് എന്ന് ബുഖാരിയിലുണ്ട്. അപ്പൊ ഞാൻ സഹീഹ് ബുഖാരിയിലില്ല. അദബുൽ മുഫ്രദിലും യാ മുഹമ്മദിന്റെ വെറും മുഹമ്മദുള്ളൂ, അവിടെ വെളിയില്ല ഉദുക്കൂറിനാണ്. അപ്പൊ ഇബ്നു സുന്നീക്ക് ചാടി അതിന് യാ മുഹമ്മദാഹുന്നുണ്ട്, അതിലുള്ളത് നുതുബയാണ്. ഇപ്പൊ മൂപ്പര് പറഞ്ഞു യാ മുഹമ്മദ് എന്ന് തന്നെ ഉണ്ട്. ഏതിലുണ്ട്? ഇബ്നു സുന്നി തന്നെ ഉണ്ട്. അതിന്റെ കോലെന്താ കേട്ടോളി നിങ്ങൾ. അതിന്റെ കഥയും പോക്കാൻ عن أخبرني أحمد بن الحسن الصوفي حدثنا علي بن الجاد حدثنا زهير بن النبي سعد أن عبد الرحمن بن سعد قال كنت عند ابن عمر فخدرت رجله فقلت يا أبا عبد الرحمن ما لرجلك؟ قال اجتمع عصبها من هنا قلت ادعو أحب الناس إليه فقال يا محمد فانبسطت. ഇതാണ് ഇബ്നു സുന്നി ഉള്ളത്. അതും അബൂ ഇസ്ഹാഖ് സബീഇ അൻ അബ്ദുറഹ്മാൻ ബിൻ സഅദിൻ. അതും ദഈഫാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കള്ള ഹദീസുകളല്ലാതെ ഒരൊറ്റ സഹിഹായ ഹദീസും കാല് ദോഷിയതിന് പോലും ഉദ്ധരിക്കാൻ നിങ്ങളുടെ കയ്യിലില്ല. എന്നിട്ട് ഇത് വെച്ചാൽ നടക്കണേ. വലിയ തെളിവിന്റെ ആളാണ് വെപ്പ്. ഇതിലും വലിയ ആൾ പിന്നെ വരാല്ല. എന്നിട്ട് കൊണ്ടെന്താപ്പത്? ആദ്യം ബുഖാരിന്റെ പേരിൽ പറഞ്ഞു ഞാൻ അദബുൽ മുഫ്രദാണയിൽ യാ അല്ല മുഹമ്മദ് ഉള്ളൂ. അപ്പൊ പറഞ്ഞു യാ മുഹമ്മദ് ആഹുന്നുണ്ട്, അതിന് ഉദുബേണെന്ന് ഞാനല്ല മുന്നാളിൽ കാര്യം കൊണ്ടെത്തു. ഇപ്പൊ ഹാജില്ലാത്ത വേറെ റിവായത്തുണ്ട്. മൂന്നിലും അബൂ ഇസ്ഹാഖ് സബീഇണ്ട്. അബൂ ഇസ്ഹാഖ് സബീ എന്ന മുദല്ലിസായ റാവി സനദിൽ കൊണ്ടുള്ള ശൈഖനെ പറയാതെ അപ്പുറത്താണ് പറഞ്ഞ് സനദിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന തദ്രീസുള്ള റാവി അദ്ദേഹത്തിന് അനനത്ത് സ്വീകരിക്കാൻ പാടില്ലെന്ന് എല്ലാ മുഹദ്ദിസീങ്ങളും ഉസൂൽ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യാ മുഹമ്മദാഹ് എന്നത് നിങ്ങൾ ധരിച്ചതാണ്, ഞാൻ ധരിച്ചതല്ല. അതുകൊണ്ടാണ് നിർഭയാണെന്ന് എനിക്ക് തെളിയിക്കേണ്ടി വന്നത്. സഹിഹായ ഒരൊറ്റ റിവായത്തും നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഒന്നയിൽ പറഞ്ഞു എന്നാണ് സഹിഹായ ഏതെങ്കിലും ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന പേജിൽ ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് ശൈഖ് അബ്ദുൽ ഖാദർ ജീലാനി പറഞ്ഞതായി തെളിയിക്കാനേ സാധിച്ചിട്ടില്ല. എന്നിട്ട് പറയാ മഞ്ചേശ്വരത്തുനിന്ന് സലാഹി കളവ് പറഞ്ഞില്ലേന്ന്. അപ്പൊ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ നിലക്ക് ഓരോ സംഭവങ്ങളെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ശിർക്കിന് തെളിവുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആയുധം അത് വളരെ കരയുദ്ധത്തിന് കൊള്ളുന്ന ആയുധമല്ല കേട്ടോ, ദുർബലമായ പുൽക്കൊടി തന്നെ. പിന്നെ നിങ്ങളിവിടെ കൊണ്ടുവന്നവരും ഉണ്ട്. എന്താ നിങ്ങളിവിടെ കൊണ്ടുവന്ന് ചീറ്റിപ്പോയ മറ്റൊരു ഉണ്ടയുണ്ട്. അതെന്താ? ആദം നബി തവസ്സുൽ ചെയ്തു. ആദം നബി പണ്ടേക്കുണ്ടതിന് ആദം നബിയിൽ നിന്ന് അബദ്ധം സംഭവിച്ചപ്പോ അങ്ങനെ നടന്നു പോകുമ്പോഴതാ അദാർശിന്റെ കാര്യം വരെ എഴുതിയിരിക്കുന്നു. അതാ
അഷ്ഹദു അന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എഴുതിയിരിക്കുന്നു. അല്ലാഹുവോട് ചോദിച്ചു, അല്ലാഹ് ബിഹഖി മുഹമ്മദിന് ചോദിച്ചു, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് എനിക്ക് പാപം പൊറുക്കണേ എന്ന് ആദം നബി പറഞ്ഞു പോലും. അല്ലാഹ് ചോദിച്ചു, ആദമേ നിനക്കെങ്ങനെയാ മുഹമ്മദിനെ മനസ്സിലായത്? ഞാൻ അദ്ദേഹത്തെ പടച്ചിട്ടില്ലല്ലോ. ആദം അലൈഹിസ്സലാം പറഞ്ഞു, നീ എന്നെ പടച്ചപ്പോ ഞാനിങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോ അതാ ഖവായിമുൽ അർശ്, അർശിന്റെ കാലുകളിൽ അതാ എഴുതപ്പെട്ടു പോയി. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. എങ്കിൽ ആ മുഹമ്മദിന്റെ ഹക്ക് കൊണ്ട് നിന്റെ പാപം പൊറുത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹക്ക് കൊണ്ട് ചോദിച്ചതിനെ പറ്റി അല്ലാഹു നബിയോട് പറഞ്ഞു പോലും. പ്രിയപ്പെട്ട മുസ്ലിമേ, പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പോരെ കേട്ടോ. സിഖത്തായ ആളുകളിൽ നിന്ന് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹയെ പോലെയുള്ളവര് പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ ദീന് ആരിൽ നിന്നാണ് എടുക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടേ എടുക്കാവൂ എന്ന് പറഞ്ഞില്ലേ? ഈ സംഭവം ഉദ്ധരിച്ച സർവ പരമ്പരയിലുമുള്ളത് അബ്ദുറഹ്മാൻ ബിൻ സയ്യിദ് ബിൻ അസ്ലം എന്ന് പറയുന്ന വ്യക്തിയല്ലേ? ലഈഫല്ലേ, കദ്ദാബല്ലേ, അസ്വീകാര്യരല്ലേ, തള്ളപ്പെട്ടയാളല്ലേ? ഇയാളെ കൊണ്ടുവന്നിട്ടാണോ നിങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആശയത്തിന് എതിര് പറയാൻ നോക്കുന്നത്? അല്ലാഹ് എന്താ ഖുർആനിൽ പറഞ്ഞത്? ആദം അലൈഹിസ്സലാമിൽ നിന്നും ഹവ്വാ റളിയല്ലാഹു അൻഹയിൽ നിന്നും വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുക എന്ന അബദ്ധം സംഭവിച്ചപ്പോ അവരെന്താ പറഞ്ഞത്? ഫഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അത് ഖുർആനിൽ അങ്ങനെയല്ലേ പറയുന്നത്? മറ്റേത് നിങ്ങളുടെ വകയാണ്. തെളിയിക്കാനാവാത്ത നിലയ്ക്ക് ദുർബലമായ പുൽക്കൊടിയാണിത് എന്ന് പേരോടിനറിയാമെന്നുള്ളത് കൊണ്ട് ഞാനതിവിടെ വന്ന് വിശദീകരിക്കുമെന്ന് പേരോടിനറിയാത്തതുകൊണ്ട് അറിയാമെന്നതുകൊണ്ട് ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം എടുത്തു. എന്താ ഈ മൗലവി ഇവിടെ വന്നിട്ട് പറയുന്നത് ലഈഫാണ്, പിന്നെ ലഈഫാണ് ആണെന്നറിയില്ലേ? മൂപ്പര് വരാ കേട്ടോളി, മൗലവി ലഈഫാന്ന് അറിയും നീ വന്നിട്ട്. അതുകൊണ്ട് ഇനി മൗലവി വന്നിട്ട് ലഈഫാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അങ്ങ് വായിച്ചു പറ്റിക്കും. അത് ഇമാം ബുഖാരിയുടെ ബുഖാരി അടക്കം മൗലവിമാര് സ്വീകരിക്കൂല കേട്ടോ. കാരണം ഇവർക്ക് അല്ലാഹുവിന്റെ ദീന് തകരണമെന്നല്ലാതെ ദീൻ ഇവിടെ നിലനിൽക്കണമെന്നതാണ് ഉദ്ദേശമല്ല. അത് നിങ്ങളുടെ പരിപാടിയാണ് കേട്ടോ. ദീന് തകരണം, അത് നിലനിൽക്കരുത് എന്നത് നിങ്ങളുടെ പരിപാടിയാണ്. അതുകൊണ്ടല്ലേ ഇമാം ബുഖാരിയെ പോലെയുള്ളവരുടെ പേരിൽ, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹിയെ പോലെയുള്ളവരുടെ പേരിൽ നിങ്ങൾ പച്ചക്കള്ളം തട്ടിവിട്ടത്? നേരത്തെ ഞാൻ കേൾപ്പിച്ച ഹദീസില്ലേ, ബുഖാരി ഇമാം പറഞ്ഞിട്ടുണ്ടോ? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ? എത്ര കളവുകൾ നിങ്ങൾ ഈ നാദാപുരത്തിന്റെ മണ്ണിൽ വിളമ്പിയിട്ടുണ്ട്. ലഈഫ് എന്ന് പറയുന്നത് പറ്റിക്കുമെന്നല്ലേ? പറ്റിക്കുകയല്ല, കിതാബിൽ നിന്നാണ് വായിച്ച് കൽപ്പിക്കുന്നത്. ഉണ്ടോ ഇല്ലേ എന്ന് പറയണം. സനദിൽ ഒന്നും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല പോലും. അതും കൂടെ കേട്ടോളൂ. സനദിലെ ആളുകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതും കൂടി കേട്ടോളൂ നിങ്ങൾ. ഇനി അതിന്റെ സനദിൽ നിങ്ങൾ ആരെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. ഇനി അതിന്റെ സനദിൽ നിങ്ങൾ ആരെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. പിന്നെന്തിനാ പേരോട് നിങ്ങൾ മുമ്പ് പറഞ്ഞത് അൽ ഇസ്നാദു മിനദ്ദീൻ ലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. സനദീസിലെ ദീനിൽപ്പെട്ടതാണ്. സനദിൽ നീ ആരെ കണ്ടുപിടിച്ചിട്ടും കാര്യമില്ലാന്ന് പേരോടിനറിയാം. അടുത്ത പ്രസംഗത്തിൽ മൗലവി വന്നിട്ട് പറയുമെന്ന് അതിലൊരു കദ്ദാബുണ്ട്, അതിലൊരു ലഈഫുണ്ടെന്ന് സനദിൽ പറയുമ്പോ അത് പറയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മുൻകൂർ ജാമ്യം എടുത്തതാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. പരമ്പര വേണം, റസൂലുള്ളവരെ എത്തുന്ന സിഹത്തായ പരമ്പര വേണം എന്ന് ഇവിടെ വെച്ച് നിങ്ങൾ പറഞ്ഞിട്ട് ഇത് പറയുമ്പോ എന്തേ നിങ്ങൾ പറഞ്ഞത് സനദിലൊന്നും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ലാന്ന്? അൽ ഇസ്നാദു മിനദ്ദീൻ എന്നത് ആദം നബിയുടെ പേരിൽ കള്ളം പറയുമ്പോ നിങ്ങൾക്ക് മാനദണ്ഡമല്ല അല്ലേ? നിങ്ങൾക്ക് തോന്നിയതുപോലെയാണോ മാനദണ്ഡം പറയൽ? അപ്പൊ നിങ്ങൾ അതുകൊണ്ടും നിങ്ങൾക്ക് രക്ഷയില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ചാടിയതെങ്ങോട്ടാണ്? നിങ്ങൾ പറഞ്ഞില്ലേ ബുഖാരിയും മുസ്ലിം ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ബുഖാരിയിലുള്ളതാണ്. ബുഖാരി മുസ്ലിം ബുഖാരിയൊക്കെ ഇവർ തള്ളൂലേ? ഞങ്ങൾ ബുഖാരി തള്ളിയിട്ടില്ല. സക്കരിയ സ്വലാഹി പറഞ്ഞിട്ടുണ്ട് പോലും ആ രണ്ട് ബുഖാരി എന്ന കിതാബിന്റെ രണ്ട് ചട്ടക്കുള്ളിലുള്ളത് മുഴുവനൊന്നും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ശരി തന്നെയാണ്. ബുഖാരി എന്ന് പറയുന്ന കിതാബിന്റെ രണ്ട് ചട്ടക്കുള്ളിലുള്ളത്